ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. ആരാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു? ചരിത്രത്തിൽ ചില ആളുകൾ ലുഖ്മാനുൽ ഹക്കീം ഒരു നബിയാണ് എന്ന് പരിചയപ്പെടുത്തിയവരും സംശയിച്ചവരുമുണ്ട്. പക്ഷേ ദീൻ ഒത്തുസമ്മതിച്ച അഭിപ്രായം അത് മഹാനവറുകൾ നബിയല്ല. ലുഖ്മാനുൽ ഹക്കീം ബഹുമാനപ്പെട്ടവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിക്മത്തിന്റെ ഒരുപാട് കവാടങ്ങൾ തുറന്നു കൊടുത്ത ഒരു മഹാപണ്ഡിതൻ, ഒരു മഹാതത്വജ്ഞാനി. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ മഹാനവറുകളെ പരിചയപ്പെടുത്തുന്നു. ലുഖ്മാൻ ഇബ്നു ബാഗൂർ ഇബ്നു ബാഹൂർ ഇബ്നു സാറഹ് വഹുവ ആസർ അബു ഇബ്രാഹിം അൽ ഖലീൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവിന്റെ മറ്റൊരു മകനിലൂടെയുള്ള പരമ്പരയിൽ കഴിഞ്ഞുപോയ ആളാണ് ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. വആശ അൽഫ സനത്തിൻ, 1000 കൊല്ലം ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 1000 കൊല്ലത്തെ ആയുസ് ലുഖ്മാനുൽ ഹക്കീം തങ്ങൾക്ക് നൽകി. ഹത്താ അദറക സമന ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലം വരെ ബഹുമാനപ്പെട്ടവർ ജീവിച്ചിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലം വരെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട്. നിരവധി അമ്പിയാക്കളുടെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ് ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട്, ഖദംതു 4000 നബിയ്യൻ, 4000 നബിമാർക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട് എന്ന് സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. ബനൂ ഇസ്രായേലികളിൽ പെട്ടയാളായിരുന്നു ലുഖ്മാൻ റളിയല്ലാഹു അൻഹു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ്. ബനൂ ഇസ്രായേലികളിൽ തന്നെ നമുക്കറിയാം 1,00,000 നബിമാർ വന്നതും ബനൂ ഇസ്രായേലികളിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 4000 നബിമാരെ കണ്ടിട്ടുണ്ട് എന്നല്ല, 4000 നബിമാരെ കണ്ടു എന്നല്ല, 4000 നബിമാരിൽ നിന്ന് ഇൽമു പഠിച്ചു അവരുടെ ശിഷ്യത്വം സ്വീകരിച്ചു എന്നുമല്ല, 4000 അമ്പിയാക്കൾക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. ഖിദ്മത്ത് എന്നത് വളരെ പ്രധാനമാണ്. കേവലം ഒരാളെ കാണലോ കേവലം ഒരാളിൽ നിന്ന് ഇൽമു പഠിക്കലോ അല്ല, അതിനപ്പുറം ഇൽമിന്റെയും പ്രധാനപ്പെട്ട ഒരു അടിത്തറ എന്ന് പറഞ്ഞാൽ ഗുരുത്വമാണ്. ആ ഗുരുത്വത്തിന്റെ ഒരു വഴിയാണ് ഖിദ്മത്ത് എന്നത്. മഹാന്മാരായ അമ്പിയാക്കൾക്ക് 4000 അമ്പിയാക്കൾക്ക് ഖിദ്മത്ത് ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു. അങ്ങനെ വഖ്തർതു മിൻ കലാമിഹിം, ഞാൻ അവരുടെ 4000 നബിമാരുമായി ഞാൻ ബന്ധപ്പെട്ട് 4000 അമ്പിയാക്കളുടെ ഖിദ്മത്ത് ഞാൻ നടത്തി. ഞാൻ അവരോടൊപ്പം ജീവിച്ച് അവരിൽ നിന്ന് ഞാൻ പഠിച്ചത് 8 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ അതിൽ നിന്ന് 4000 നബിമാരിൽ നിന്ന് ഒരുപാട് ഇൽമു പഠിച്ചു, ഒരുപാട് പാഠങ്ങൾ പഠിച്ചു, ഒരുപാട് അറിവ് നേടി. അതിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്തത് 8 കലിമത്തുകളാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു 8 കലിമത്തുകളാണ് അതിന്റെ രത്നച്ചുരുക്കം, അതിന്റെ അടിത്തറ. 4000 നബിമാരിൽ നിന്ന് ഞാൻ പഠിച്ച ഇൽമിന്റെ അടിത്തറ 8 കലിമത്തുകളാണ്. മഹാനവറുകൾ പറഞ്ഞു, 1, ഇൻ കുന്ത ഫിസ്സലാത്തി ഫഹ്ഫദ് ഖൽബക, നീ നിസ്കാരത്തിലാകുമ്പോൾ നിന്റെ കൽബിനെ സൂക്ഷിക്കണം. ഒന്നാമത്തത് ഈ നബിമാരിൽ നിന്ന് മുഴുവൻ ഞാൻ പഠിച്ച പാഠം ഇബാദത്തുമായി ബന്ധപ്പെട്ട്, നിസ്കാരവുമായി ബന്ധപ്പെട്ട് എല്ലാ നബിമാരും അവരിൽ നിന്ന് എനിക്ക് കിട്ടിയതിന്റെ രത്നച്ചുരുക്കം ഇൻ കുന്ത ഫിസ്സലാ, തന്റെ മകനോട്. അങ്ങനെയാണല്ലോ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അധ്യാപനങ്ങൾ, പാഠങ്ങൾ മിക്കവാറും സ്വന്തം മകനോടാണ്. കിതാബുകളിൽ കാണുന്നതും അങ്ങനത്തെ ശിഷ്യന്മാരോടുമുണ്ട്. ധാരാളം ശിഷ്യന്മാർ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ മകന് കൊടുത്ത വസിയത്തുകളാണ് കൂടുതൽ രേഖപ്പെട്ട് കാണുന്നത്. മോനെ, ഇൻ കുന്ത ഫിസ്സലാത്തി ഫഹ്ഫദ് ഖൽബക, നീ നിസ്കാരത്തിൽ നിന്റെ ഖൽബിനെ സൂക്ഷിക്കണം. അതാണ് ഒന്നാമത്തെ പാഠം. 2, വ ഇൻ കുന്ത ഫിത്ത്ആമി ഫഹ്ഫദ് ഹൽഖക, നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിന്റെ ഹൽഖിനെ, നിന്റെ തൊണ്ടയെ സൂക്ഷിക്കണം എന്ന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തൊണ്ടയെ സൂക്ഷിക്കണം. അത് ഒരു വാക്കാണ് എന്ന് പറഞ്ഞാൽ
ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകുന്നത്, തൊണ്ടയിൽ കുടുങ്ങാതെ ഇറങ്ങിപ്പോകുന്നത്, ഭക്ഷണത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അത് ഒരു ഒറ്റവാക്കിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ്. നിന്റെ തൊണ്ടയിലൂടെ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ തൊണ്ടയിലൂടെ ഇറക്കാൻ പറ്റുന്ന ഭക്ഷണമേ നീ കഴിക്കുക. ഹലാലായ ഭക്ഷണമേ, അതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. ഹലാലായ ഭക്ഷണമേ നീ കഴിക്കാവൂ. അതോടൊപ്പം തന്നെ അമ്പിയാക്കളൊക്കെ പഠിപ്പിച്ച ഭക്ഷണ രീതി, മുത്തനബി പഠിപ്പിച്ച രീതി, അതിന്റെ അളവ് എത്ര, അതിന്റെ രൂപം, ഏറ്റവും പ്രധാനം നിന്റെ തൊണ്ടയെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മഹാന്മാരുടെ ഹലാലായ ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത്. 3, ഇൻകുന്തഫി ബൈത്തുൽ ഗൈരി, നീ മറ്റുള്ളവരുടെ വീട്ടിലാകുമ്പോൾ ഫഹ്ഫദ് ഐനൈക, നിന്റെ കണ്ണുകളെ സൂക്ഷിക്കണം. നീ ഒരു അന്യ വീട്ടിൽ പോയി, നിന്റേതല്ലാത്ത മറ്റൊരു വീട്ടിൽ, അത് കുടുംബക്കാരാണെങ്കിലും അല്ലേ, അന്യർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അന്യരാരുമില്ല അല്ലേ. പൊതുവെ ഇപ്പൊ സമൂഹത്തിന്റെ നിലപാട് അങ്ങനെയാണ്. അനുജന്റെ വീടാണ്, ജ്യേഷ്ഠന്റെ വീടാണ്, എളാപ്പാടെ വീടാണ്, മൂത്താപ്പാടെ വീടാണ്. എളാപ്പാടെ മകളാണ്, ഓള് സ്വന്തം പെങ്ങളല്ലേ, എന്താ നമ്മുടെ ധാരണ. കാണാ, കൈ കൊടുക്ക, യാത്ര കഴിഞ്ഞ് വന്ന അച്ഛനൊക്കെ പോകുമ്പോൾ ഓളയും കെട്ടിപ്പിടിക്കാന്നൊക്കെ ഇപ്പൊ നമ്മളെ മക്കള. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. കുടുംബബന്ധം കണ്ട് കൂടിയിട്ടേ അല്ലേ, കുടുംബബന്ധം അങ്ങനെ വയലുകെട്ടിട്ട് ഇപ്പൊ കുടുംബബന്ധം കൂടിയിട്ട് ഇപ്പൊ എന്തായി കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ, അമ്മാമന്റെ മകള് സ്വന്തം ആളാ, കളാപ്പാടെ മകളും മൂത്താപ്പാടെ മകളൊക്കെ സ്വന്തം ആൾക്കാരാ. ഉള്ള കാണാ, മുസാഫത്ത് ചെയ്യുക, കൈ കൊടുക്ക, വർത്താനം പറയാം, സ്വന്തം പെങ്ങളല്ലേ എന്നൊക്കെയാണ് ധാരണ. ആരാണ് അന്യർ എന്നത് ദീൻ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നവരാരാ, നമുക്ക് കാണാൻ പറ്റാത്തവരാരാ അല്ലേ. ഇപ്പൊ മരിച്ച വീട്ടിലടക്കം മരണപ്പെട്ടാൽ തിരക്കാണ്. പെണ്ണ് മരിച്ചാലും ആണുങ്ങൾ കാണാനുള്ള തിരക്ക്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ കണ്ടിരുന്നതല്ലേ അല്ലേ, നമ്മളെ അയൽവക്കക്കാർക്ക് പാത്തുമാത്തല്ലേ, നമ്മളെപ്പോഴും വർത്താനം പറഞ്ഞിരുന്ന ആളല്ലേ. ഇത് അങ്ങനെ ഒരു നിയമമല്ല. മരിച്ചാൽ വേറൊരു നിയമം, ജീവിച്ചിരിക്കുമ്പോൾ വേറെ നിയമമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ പറ്റാത്തവർ മരിച്ചാലും കാണാൻ പറ്റൂല. നമ്മൾ വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കണം. എന്തിന്? പ്രത്യേകിച്ച് മരിച്ചത് നമ്മുടെ സ്വന്തം ആളുകളാണെങ്കിൽ തന്നെ കാണൽ, അതിന്റെ വിധി എന്ന് പറഞ്ഞാൽ അനുവദനീയം എന്നല്ലേ ഉള്ളൂ. നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരാള് കാണുക എന്നത് കൂലി കിട്ടുന്ന പുണ്യൊന്നുമല്ല. മയ്യത്ത് നിസ്കാരം നമുക്കും മയ്യത്തിനും കൂലി കിട്ടുന്ന കാര്യമാണ്. മയ്യത്തിന്റെ കൂടെ പോകുന്നത്, ഖബറടക്കത്തിൽ പങ്കെടുക്കുന്നത്, അതൊക്കെ മയ്യത്തിനും നമുക്ക് ഉപകാരം കിട്ടുന്നതാണ്. കേവലം ഒരു കാഴ്ച എന്നത് കൂലി കിട്ടുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ അത് അനുവദിക്കപ്പെട്ടതാണ്. കാണാൻ പറ്റുന്ന ആളുകളെ നമ്മുടെ ഒരു ആഗ്രഹം, ഒരു അവസാനത്തെ കാഴ്ച. പക്ഷെ ഇന്ന് അതാണ് ഏറ്റവും വലിയ ചടങ്ങ്. മരണ വീട്ടിൽ പോയാൽ ഇന്ന് ഏറ്റവും അതാണ് എല്ലാവർക്കും നിർബന്ധമുള്ളത്. പൊതുദർശനത്തിന് വെച്ചെന്നൊക്കെ പറയും അല്ലേ. ഈ ദർശനത്തിനുമൊക്കെ ഈ ദർശനം അതാണ് ഇന്ന് ഏറ്റവും വലുത്. ഒരു പാർട്ടി ഒരു ദ്വേർക്ക പോലും ഇല്ല പല ആളുകളും. നേരെ അങ്ങോട്ട് ചെന്നു, ഇന്നറങ്ങോട്ട് കയറി, എന്നിട്ട് ആ തുണിന് പൊന്തിച്ചു എന്ന് പറഞ്ഞ് നോക്കിയെന്ന് പോകുന്നു. അതേപോലെ ഇങ്ങനെ നേരെ തിരിച്ചു പോരുന്നു. ഇതാണ് മരണ വീട്ടിൽ നമ്മുടെ കടപ്പാട്. പിന്നെ ചിലപ്പോൾ വല്ല മൊയ്ലിയമാരൊക്കെ വാർത്ത ഒഴിച്ച് ദ്വേർക്കുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആമി പറഞ്ഞ് വിജയിപ്പിച്ചു കൊടുക്കും എന്നല്ലാതെ, ഒരു മൊയ്ലിയമാരും ഇല്ലെങ്കിലും ഒരു പാർട്ടി നമുക്കൊന്ന് ദ്വേർന്നൂടെ? ദ്വേർക്കാൻ അറബിൽ തന്നെ ദ്വേർക്കണത് നമുക്ക് അറിയുന്ന. പക്ഷെ പഠിച്ചവനെ, ഞാൻ ഈ ഓതിയ ഫാത്തിഹാന്റെ വർക്കത്തുകൊണ്ട് ഈ മയ്യത്തിന് പുറത്തു കൊടുക്ക റബ്ബേ. അല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിലൊക്കെ നമ്മൾ ദ്വേർക്കുന്ന ആ ദ്വാരല്ലേ, ആ ദ്വാരക്ക് ദ്വാരുന്നാൽ മതിയല്ലോ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഏതായാലും അന്യ വീട് എന്നത് നമ്മൾ അന്യ വീടായി തന്നെ പരിഗണിക്കുക. ഞാൻ പറഞ്ഞത് അത് അയലോക്കത്തെ വീടാണെങ്കിലും അന്യ വീടാണ്, നമ്മുടെ കുടുംബക്കാരുടെ വീടാണെങ്കിലും അന്യ വീടാണ്. അവിടെ അന്യ വീട്ടിലായിരിക്കുമ്പോൾ ഫഹ്ഫദ് ഐനൈക്, നിന്റെ 2 കണ്ണുകളെ നീ സൂക്ഷിക്കണം. വഇൻകുന്ത ബൈനന്നാസ്, ജനങ്ങൾക്കിടയിലാണെങ്കിൽ ഫഹ്ഫദ് ലിസാനക, നിന്റെ നാക്കിനെ സൂക്ഷിക്കണം. ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ നാക്കിനെ സൂക്ഷിച്ചോ അല്ലേ. ഇത് ഒരടിത്തറ പറഞ്ഞതാ. പിന്നെ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ തത്വജ്ഞാനങ്ങൾ ഓരോ വിഷയത്തിലും ധാരാളം മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ മകനോട് പറഞ്ഞു, മോനെ, ഞാന് പറഞ്ഞ വാക്കുകളിലെ ഞാൻ ഖേദിച്ചിട്ടുള്ളൂ, പറയാത്തതിൽ ഞാൻ ഖേദിച്ചിട്ടില്ല. ഖേദം, സംസാരത്തിൽ എനിക്ക് ഖേദം വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിലേ ഖേദം വന്നിട്ടുള്ളൂ അല്ലേ. എന്താ പറ്റി? അപ്പൊ ദേഷ്യത്തിൽ ഓനോട് അങ്ങോട്ട് പറഞ്ഞു, പിന്നെ ഖേദായി. പറയാൻ പാടില്ലായിരുന്നു അല്ലേ. ആ പറഞ്ഞ് ചീത്തയായി പോയി.
അല്ലെങ്കിൽ പിന്നെ കളവായിപ്പോയി, ഗൈബത്തായിപ്പോയി, ഇപ്പൊ എന്താ കാട്ടാ പറയേണ്ടിയിരുന്നില്ല, പണ്ടായിരുന്നു. ഖേദം തോന്നും, പറയാതിരുന്നതിലോ ഖേദം തോന്നൂല. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മോനെ ഞാൻ ഏതെങ്കിലും വാക്കുകളിൽ ഖേദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിലേ ഖേദിച്ചിട്ടുള്ളൂ, പറയാത്ത വാക്കിൽ ഖേദമുണ്ടായിട്ടില്ല. ജനങ്ങൾക്കിടയിലാണെങ്കിൽ നാക്കിനെ സൂക്ഷിക്കണം. പിന്നെ അടുത്ത 4 കാര്യങ്ങൾ, ഇപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത 4 കാര്യങ്ങൾ, വദ്കുരിസ്നൈൻ, 2 കാര്യങ്ങൾ നീ എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. 2 കാര്യങ്ങൾ നീ മറന്നു കളയണം. 2 കാര്യങ്ങൾ നിനക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. അങ്ങനത്തെ 2 കാര്യങ്ങളും നീ മറന്നു കളയേണ്ട 2 കാര്യങ്ങളും. അമ്മല്ലദാനി തദ്കുറുഹുമാ, നീ ഓർക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന് അല്ലാഹ വൽ മൗത്ത്, നീ ഓർക്കേണ്ട 2 കാര്യങ്ങൾ എപ്പോഴും നിനക്ക് ഓർമ്മ ഉണ്ടാവേണ്ടത്. ഒന്ന് അല്ലാഹുവിനെയാണ്, മറ്റൊന്ന് അൽ മൗത്ത്, മരണത്തെയാണ്. ഒരു ദിവസവും ഏത് നിമിഷവും ഏത് സമയത്തും എപ്പോഴും നിന്റെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവേണ്ട അള്ളാഹ്നെ ഓർമ്മ. എന്ത് പറയുമ്പോഴും ചെയ്യുമ്പോഴും അള്ളാഹ്നെ ഓർമ്മ ഉണ്ടാവണം. എവിടെയാണെങ്കിലും മരണത്തെ ഓർമ്മ ഉണ്ടാവണം. എപ്പോഴും നീ ഓർക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് അള്ളാഹുവിനെയാണ്, മറ്റൊന്ന് മരണത്തെയാണ്. നീ മറന്നു കളയേണ്ട 2 കാര്യങ്ങൾ. അമ്മല്ലദാനി തൻസാഹുമാ, ഒന്ന് ഇഹ്സാനുക ഫീ ഹഖ്ഖിൽ ഗൈർ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും, മറ്റുള്ളവരുടെ ഹഖ്ഖിൽ നീ എന്തെങ്കിലും ഇഹ്സാൻ ചെയ്തത്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുത്തത്, അത് നീ മറന്നു കളയാം. മറ്റുള്ളവർക്ക് കഴിഞ്ഞ കൊല്ലം റമദാനിന് ഞാൻ അയലോക്കത്തെ ഓനിക്ക് ഒരു ചാക്ക അരി കൊണ്ട് വാങ്ങിക്കൊടുത്തതാ, എന്നിട്ട് ഓൻ പിന്നെ അങ്ങനെ അല്ലേ? അല്ലെങ്കിൽ അന്ന് 10 കൊല്ലം മുമ്പ് ഓനിക്ക് ചായ കൊപ്പങ്ങാടി എന്ന് കണ്ടപ്പോൾ 10 കൊല്ലം മുമ്പ് ഞാൻ ഓനക്കൊരു ചായയും ഒരു നെയ്യപ്പം വാങ്ങിക്കൊടുത്തത്, എന്നിട്ട് ഓന് നമ്മളോടൊപ്പം അങ്ങനെ ഒരു ഗുണം ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ നീ മറക്കണം അല്ലേ? അത് നീ പറയരുത് എന്നല്ല, അത് നീ പറയരുത് എന്നല്ല. അതായത് ഗുണം ചെയ്തത് പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് വളരെ മോശമായൊരു സ്വഭാവമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചെയ്തു കൊടുത്തത് പിന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊരു മോശപ്പെട്ട സ്വഭാവമാണ്. ഇത് പറയലല്ല, മഹാനവറുകൾ പറയുന്നത് മറ്റുള്ളവർക്ക് നീ എന്തെങ്കിലും ഒരു ഗുണം ചെയ്തു നീ എന്നത് മറന്നു കളയണം. കാരണം അത് നിനക്ക് 2 കാര്യം, ഒന്ന് കിബർ ഉണ്ടാവാൻ, റിയാ ഉണ്ടാവാൻ കാരണമാവും. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത ഗുണം അതിങ്ങനെ ആലോചിച്ച് നടക്കുകയാണെങ്കിൽ, ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, അപ്പോൾ അത് കിബർ ഉണ്ടാവാനും അത് റിയായിനും നമ്മുടെ സ്വഭാവം വടക്കാവാനും കാരണമാവും. മറ്റുള്ളവർക്ക് നീ ഗുണം ചെയ്തു കൊടുക്കുന്നത് നീ മറന്നു കളയണം. നിന്നോട് ആരെങ്കിലും വല്ല മോശവും ചെയ്താൽ അതും നീ മറക്കണം. 2 കാര്യങ്ങൾ നീ മറക്കണം. മറ്റുള്ളവർക്ക് നീ ചെയ്തു കൊടുക്കുന്ന ഗുണങ്ങൾ നീ മറന്നു കളയണം. നിന്നോട് ആരെങ്കിലും മോശത്തനം കാട്ടി അതും നീ മറന്നു കളയണം. അങ്ങനെ മനസ്സിൽ വെച്ച് നടക്കാം. ഓൻ അന്നേ കണ്ടപ്പോഴേ ഓൻ ഒരു കണ്ണുറച്ച് നോക്കി, എന്തോ അതിലെന്തോ ഒന്നുണ്ട്. ഈ സാധു ചിലപ്പോ വേറെന്തോ ടെൻഷനിൽ ഇവനെ നോക്കിയതൊന്നും ആവില്ല. ഓൻ വേറെന്തോ ആലോചനയിൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയതാവും. അപ്പൊ ഇവൻ വിചാരിച്ചു എന്തോ എന്തോന്ന് ഓൻ്റെ ആ നോട്ടം, അന്നത്തെ നോട്ടം ശരിയല്ല. ഇത് 15 കൊല്ലം ഇത് മനസ്സിൽ വെച്ച് നടക്കുന്നത്, അത് കാരണം ഉണ്ടിയിട്ടില്ല അല്ലേ? സത്യത്തിൽ ഇവനെ ഉപദ്രവിച്ചത് കൂടിയല്ല. ഇതാണ് നമ്മുടെ സ്വഭാവം. ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ ഇനി വലിയ ഉപദ്രവം തന്നെയാണെങ്കിലും, നിന്നോട് എന്ത് വലിയ ഉപദ്രവം ഒരാൾ ചെയ്താലും അത് നീ മറക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു 8 കാര്യങ്ങൾ. 4000 അമ്പിയാക്കൾക്ക് ഖിദ്മത്ത് ചെയ്ത്, 4000 അമ്പിയാക്കൾക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്ത് അവരിൽ നിന്ന് പഠിച്ച ആകെ അതിന്റെ രത്നച്ചുരുക്കം ഈ 8 കാര്യങ്ങളാണ് എന്ന് സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നുണ്ട്, കാന ലുഖ്മാനുൽ ഹക്കീം അസ്വദ് മിൻ സുദാൻ മിസ്ർ, ഈജിപ്തിലെ സുഡാനിലെ എന്ന് പറഞ്ഞാൽ അന്ന് ആ കാലത്ത് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പെട്ടതാണ് മിസ്റും സുഡാനും ഒക്കെ. അപ്പോൾ അന്ന് അതൊക്കെ അതിനോട് ചേർന്ന് വരുന്ന പ്രദേശങ്ങളാണ്. സുഡാനിലെ ഒരു കറുത്ത മനുഷ്യനായിരുന്നു ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. മഹാനായ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന ലുഖ്മാനു അബ്ദൻ ഹബ്ശിയ,
ഒരു ഹബശിയായ അടിമയായിരുന്നു മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. കറുത്തയാളായിരുന്നു, കാണാൻ ഒരു കോലം ഉണ്ടായിരുന്നില്ല, ചുണ്ടുകളൊക്കെ കറുത്ത് തടിച്ച് ഒരു പ്രത്യേകമായ കോലമായിരുന്നു, രൂപമായിരുന്നു. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു നബി അല്ല എന്നതിന്റെ ഒന്നാമത്തെ തെളിവായി മഹാന്മാർ പറഞ്ഞത് അതുമാണ്. നബിമാരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണാൻ ഭംഗിയുള്ളവരാക്കിയിട്ടാണ് പറഞ്ഞയച്ചത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബിമാരൊക്കെ പൊതുവെ ഭംഗിയുള്ളവരായിരുന്നു. ഭംഗിയിൽ തന്നെ കൂടിയാലും കുറഞ്ഞവരുണ്ട്. ഏറ്റവും ഭംഗിയുള്ളവർ മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ജമാലിയത്തിന്റെയും അതിന്റെ പകുതി കൊടുത്തയാളാണ് മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. അല്ലേ? പൊതുവെ എല്ലാ നബിമാരും, ഹൂദ് നബി, അവരൊക്കെ വലിയ സുന്ദരന്മാരായിരുന്നു. എന്നാലും ഏത് നബിയും ഒരു സാമാന്യം ജനങ്ങളുടെ മുന്നിൽ കാണുമ്പോൾ ആകർഷിക്കുന്ന, ജനങ്ങളുടെ മുന്നിൽ കാണുമ്പോൾ അവരെ അകറ്റാത്ത ഒരു മുഖമായിരുന്നു എല്ലാ നബിമാർക്കും എന്നാണ്. കണ്ടാൽ ജനങ്ങൾ മുഖം തിരിക്കുന്ന, കണ്ടാൽ മുഖം കണ്ടാൽ തന്നെ എന്താ ഇത് കോലം എന്ന് ചിന്തിക്കുന്ന ഒരു കോലത്തിൽ ഒരൊറ്റ നബിയെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞയച്ചിട്ടില്ല. പക്ഷെ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ മുഖം കറുത്ത ചുണ്ടും കറുത്ത് കാണാൻ ഭംഗിയില്ലാത്ത ഒരു അടിമയായിരുന്നു സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു കറുത്ത മനുഷ്യൻ വന്നു. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞപ്പോ മൂപ്പര് കറുത്തതായതിൽ വലിയ ടെൻഷനില്ല. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പരെ ആകെയുള്ള വലിയ ടെൻഷൻ എന്താ? മൂപ്പരെ ടെൻഷൻ ആരോഗ്യമില്ലാത്തതൊന്നല്ല, നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, സമ്പത്തിനൊന്നും കുഴപ്പമില്ല, മക്കളും കുട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷെ മൂപ്പര് കറുത്തിട്ടാണ്, കാണാൻ യാതൊരു ഭംഗിയില്ല, അതിലാണ് ടെൻഷൻ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരാ ലാ തഹ്സൻ, നീ ദുഃഖിക്കണ്ട, നീ എന്തിനാണ് കറുത്തവനായതിൽ വേദനിക്കുന്നത്? فإنه كان من خير الناس ثلاثة من السودان. സുഡാനികളായ മൂന്നാളുകൾ കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ നിന്ന് ഖൈറിന്റെ അഹലുകാരായി തെരഞ്ഞെടുത്ത മൂന്നാളുകൾ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഒന്ന് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, നിന്നെക്കാൾ കറുത്തവനും നിന്നെക്കാൾ കാണാൻ ഭംഗില്ലാത്തയാളുമായിരുന്നു സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. പിന്നെ വമിഹ്ജഅൻ മൗല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിചാരകനായിരുന്ന മഹാനായ സയ്യിദുനാ മിഹ്ജഅ റളിയല്ലാഹു അൻഹു കറുത്തവനായിരുന്നു, സുഡാൻകാരനായിരുന്നു. വലുഖ്മാനുൽ ഹക്കീം, മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അവരും മഹാനവറുകളും കറുത്തവനായ സുഡാനിയായിരുന്നു. വലിയ ആളുകളല്ലേ, സ്വർഗത്തിന്റെ വലിയ നേതാക്കന്മാരല്ലേ ഇവര്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, ഇസ്തഖദു സുഡാൻ, നിങ്ങൾ സുഡാനിനെ പിടിക്കണം, സുഡാനിനെ നിങ്ങൾ സ്വീകരിക്കണം, അത് നല്ല നാടാണ്. കാരണം ഫഇന്ന സലാസത്തും മിൻഹും, അവരിൽപ്പെട്ട മൂന്നാളുകൾ മിൻ അഹ്ലിൽ ജന്ന, സുഖലോക സ്വർഗ്ഗക്കാരാ, സ്വർഗ്ഗത്തിന്റെ നായകന്മാരാ. ലുഖ്മാനുൽ ഹക്കീം, മഹാനായ ലുഖ്മാനുൽ ഹക്കീം, വൻ നജ്ജാശി, നജ്ജാശി രാജാവ്, വ ബിലാലുൽ മുഅദ്ദിൻ, എന്റെ പ്രിയപ്പെട്ട ബിലാൽ എന്ന് മഹാനായ മുസ്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാളുകൾ സ്വർഗത്തിലെ വലിയ ആളുകളാണ്. ഒന്ന് ലുഖ്മാനുൽ ഹക്കീം, മറ്റൊരാൾ നജ്ജാശി, മറ്റൊന്ന് ബിലാൽ എന്ന് മഹാനായ മുസ്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽ നജ്ജാശി ഇല്ല, പക്ഷേ പിന്നെ അതിന് പകരം മിഹ്ജഅ റളിയല്ലാഹു അൻഹു. നാലാളുകൾ സാദത്തു സുദാനി അർബ ഹകദാ ഖാലൽ മുശഫ്ഫ അന്നജാശി വബിലാലുൻ ثم لقمان ومهجع. നാലാളുകൾ സാദത്തു സൂദാനി അർബ ഹകദാ ഖാലൽ മുശഫ്ഫ, സുഡാനികളായ നാല് നേതാക്കന്മാർ. ഒന്ന് നജ്ജാശി രാജാവ്, അന്നജാശി വബിലാൽ, മറ്റൊന്ന് മഹാനായ സയ്യിദുനാ ബിലാൽ, മഹാനായ സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായിരുന്ന മിഹ്ജഅ റളിയല്ലാഹു അൻഹു. നാലാളുകൾ. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തിനാണ് മോനെ നീ സങ്കടപ്പെടുന്നത്, വ്യസനിക്കുന്നത് എന്ന്? അല്ലേ? മഹാനായ നജ്ജാശി രാജാവ് ഇസ്ലാം സ്വീകരിക്കുകയും മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
ബന്ധപ്പെടാൻ അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് വരാനോ മറ്റൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ബഹുമാനപ്പെട്ട നജ്ജാശി രാജാവ് മരണപ്പെട്ടപ്പോൾ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗായിബായ മയ്യത്ത് നിസ്കാരം നിർവഹിച്ചു എന്നൊക്കെ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അല്ലെ, ഗായിബായ മയ്യത്ത് നിസ്കാരം. ഈ ചില ആളുകൾ, ചില ബിദ്അത്തുകാരൊക്കെ ഗായിബായ മയ്യത്ത് നിസ്കാരത്തെ എതിർക്കുന്ന ആളുകളുണ്ട്. ഹാദിറായ മയ്യത്ത് നിസ്കാരം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ഗായിബായ മയ്യത്ത് നിസ്കാരത്തിന്റെ തെളിവും അതിന്റെ അടിത്തറയുമായി ഏറ്റവും പ്രധാനമായി ഫുഖഹാ പിടിച്ചതും ഇതാണ്. നജ്ജാശി രാജാവിന്റെ പേരിൽ മഹാനായ മുസ്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗായിബായ മയ്യത്ത് നിസ്കാരം നിർവഹിച്ചു എന്നതുകൊണ്ട്. അപ്പോൾ പറഞ്ഞതിന്റെ ആകത്തുക, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരടിമയായിരുന്നു, കറുത്തവനായിരുന്നു, കാണാൻ ഭംഗില്ലാത്തവനായിരുന്നു. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിക്മത്ത് കൊടുത്തു. ആ ഹിക്മത്ത് തുടങ്ങിയത്, ഇയാൾ വലിയൊരു ഹിക്മത്തിന്റെ ആളാണ് എന്ന് അത് വെളിപ്പെട്ടത് ആദ്യം സംഭവിച്ച സംഭവം, തന്റെ യജമാനൻ ഒരാടിനെ അറുക്കാൻ വേണ്ടി, അടിമയാ, ജോലിക്കാരനാ, ലുഖ്മാനോട് തന്റെ യജമാനൻ ഒരാടിനെ അറുക്കാൻ പറഞ്ഞു. ആടിനെ അറുത്തിട്ട് ആടിന്റെ ഏറ്റവും നല്ല 2 ഭാഗങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ആടിനെ അറുത്തിട്ട്, അല്ലേ, ആടിന്റെ ഏറ്റവും നല്ലത്, ഏറ്റവും മുന്തിയത്, അല്ലേ. നമ്മളിപ്പോ പിന്നെ ആടിനെ അറക്കണ ആളോട് ചെന്നിട്ട് ആടിന്റെ ഏറ്റവും നല്ല ഭാഗം ഏതാന്ന് ചോദിച്ചാൽ, അല്ലേ, പൊതുവെ ഓരോരോ അഭിപ്രായം ഉണ്ടാവും. പൊതുവെ എല്ലാ ഇറച്ചിയും പറയും എല്ലിനോട് ചേർന്ന് വരുന്ന ഇറച്ചിക്കാണ് കൂടുതൽ രുചി ഉണ്ടാവുക, ടേസ്റ്റ് ഉണ്ടാവുക, അല്ലേ. തണ്ടല്, അതേപോലെ പിന്നെ ഈ പെട്ടി, നെഞ്ചിന്റെ പെട്ടി, അതിനോട് ചേർന്ന് വരുന്ന അതൊക്കെ നല്ല രുചിയുള്ള മാംസമാണെന്നൊക്കെ അവരതിന്റെ മസാല പറയും. ഓരോന്നും അതിന്റെ ഗുണങ്ങൾ പറയും, ഓരോ വകുപ്പ് പരിശോധിച്ചുകൊണ്ട്. രുചി കൊണ്ടാണെങ്കിൽ, ഗുണം കൊണ്ടാണെങ്കിൽ, മൂല്യം കൊണ്ടാണെങ്കിൽ. അപ്പോൾ ബഹുമാനപ്പെട്ട ലുഖ്മാൻ തങ്ങളോട് ആടിനെ അറുത്ത് ഏറ്റവും നല്ല 2 കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ആടിനെ അറുത്തിട്ട് ആടിന്റെ നാക്കും അതേപോലെ ആടിന്റെ ഹാർട്ടും ആടിന്റെ ഹൃദയവും കൊണ്ടുവന്നു കൊടുത്തു, മുതലാളിക്ക് കൊടുത്തു. ഓ ശരി. അങ്ങനെ പിന്നെ മറ്റൊരു ദിവസം ആടിനെ അറക്കാൻ പറഞ്ഞു. അന്ന് മുതലാളി പറഞ്ഞു, യജമാനൻ പറഞ്ഞു, ആടിന്റെ ഏറ്റവും മോശപ്പെട്ട 2 കൊണ്ടുവരുന്നത്. ആടിനെ അറുത്തിട്ട് അതിൽ ഏറ്റവും മോശപ്പെട്ട 2 കൊണ്ടുവരുന്നത്. അന്നും ബഹുമാനപ്പെട്ടവൻ ഇതന്നെ കൊണ്ടുവന്നത്, നാക്കും എന്തും ഹാർട്ടും കൽബും. അപ്പോൾ മുതലാളി ചോദിച്ചു, ഇതെന്താ? ഞാൻ അന്ന് നിന്നോട് ഏറ്റവും നല്ലത് ആടിന്റെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ നീ കൽബും അതേപോലെ നാക്കും കൊണ്ടുവന്നു, മോശപ്പെട്ടത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും അത് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം യജമാനനോട്, മുതലാളിയോട് പറഞ്ഞു, മുതലാളി, ഇതാണ് നന്നായാൽ ഏറ്റവും നല്ലത് ഈ 2 മോശമായാൽ ഏറ്റവും മോശമായതും ഈ 2 നാക്കും കൽബും. ഇത് പൊരിച്ചാൽ അത് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള നന്മയല്ല, അല്ലെങ്കിൽ ഇത് നിന്നാൽ കേടുണ്ടാവോ എന്നുള്ള മോശമല്ല. പിന്നെയോ അതാണ് ഹിക്മത്ത്. അവിടെയാണ് ബഹുമാനപ്പെട്ടവരുടെ തത്വജ്ഞാനം പുറത്തു വരാൻ തുടങ്ങിയത്. അത് ഹിക്മത്തിന്റെ വർത്താനാണ്. നന്നായാൽ ഏറ്റവും നല്ലത് കൽബും നാക്കുമാണ്, മോശമായാൽ ഏറ്റവും മോശമായത് കൽബും നാക്കും തന്നെയാണ്. സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാന്മാരായ ഉലമാ പറയുന്നു, ഇൻ തക്കല്ലമ ബിഹിക്മത്തിൻ, എന്ത് പറയാണെങ്കിലും ഹിക്മത്തിലേ പറയൂ. ആരോട് പറയാണെങ്കിലും, കുട്ടികളോട് തമാശ പറയാണെങ്കിലും അതിലുണ്ടാകും ഒരു ഹിക്മത്ത്. അതാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. വഇൻ തഫക്കറ ബിഹിക്മത്തിൻ, ഉപരിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്ത മുഴുവനും ഹിക്മത്താണ്. വഇൻ തഹറക ബിഹിക്മത്തിൻ, എന്തൊന്ന് ചെയ്യുകയാണെങ്കിലും, എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അതും ഹിക്മത്താണ്. സംസാരിച്ചാലും ഹിക്മത്ത്, മിണ്ടാതിരുന്നാലും ഹിക്മത്ത്, എന്തെങ്കിലും ചെയ്താലും ഹിക്മത്ത്. അതായിരുന്നു സയ്യിദുനാ ലുഖ്മാൻ എന്ന് ബഹുമാനപ്പെട്ട ഉലമാ. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖയ്യറല്ലാഹു ലുഖ്മാനൽ ഹക്കീം, ലുഖ്മാനുൽ ഹക്കീം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാർ കൊടുത്തു, ബൈനൻ നുബുവ്വത്തി വൽ ഹിക്മ, നുബുവ്വത്ത് വേണോ അതോ ഹിക്മത്ത് വേണോ, നുബുവ്വത്ത് വേണോ ഹിക്മത്ത് വേണോ എന്ന് മഹാനവറുകൾക്ക് ഖിയാർ കൊടുത്തപ്പോൾ നുബുവത്ത് സ്വീകരിക്കാതെ ഹിക്മത്ത് സ്വീകരിച്ചു. അള്ളാഹു കൊടുത്തു, എന്ത് വേണോ, നബി ആക്കണോ നുബുവത്ത് തരാം, അല്ല ഹക്കീമാക്കണോ ഹിക്മത്ത് തരാം, എന്ത് വേണം? അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഹിക്മത്ത് തിരഞ്ഞെടുത്തു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. വഹുവ നായിമുൻ, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്
എന്നിട്ട് ഹിക്മത്തിനെ അങ്ങോട്ട് വാരിക്കൊടുത്തു, ഹിക്മത്തിനെ അങ്ങോട്ട് ചൊരിഞ്ഞു കൊടുത്തു, വതറിക്കൊടുത്തു. അമ്പിയാക്കൾക്ക് നുബുവത്ത് എങ്ങനെ കിട്ടിയതാ? ഒരാൾ നബി ആവുക എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും കോളേജിൽ പോയി പഠിച്ചു കിട്ടുന്നതല്ലല്ലോ. അങ്ങനെയാണോ? നബി ആവാൻ ഒരാളെന്നാ നബി ആവാൻ തീരുമാനിച്ച് ഏത് കോളേജിൽ എവിടെ വേണമെങ്കിലും പോയിക്കളാം, പൊന്നാര മൊയിലരെ. അത് ഇനി ഈജിപ്തിലോ സിറിയയിലോ അല്ലെങ്കിൽ ഇനി ഏത് രാജ്യത്തും ആണെങ്കിലും പോയിക്കോളാം, സൗദിയിലോ എവിടെ അതിൻ്റെ കോളേജ് ഉള്ളതെങ്കിൽ നടക്കുമോ? നടക്കൂലല്ലോ. നബി ആവണ്ട, നമ്മുടെ ഒരു തങ്ങളാവാൻ തീരുമാനിച്ച് നടക്കുമോ? തങ്ങളാവണം. തങ്ങന്മാരായ ആൾക്കാരൊക്കെ കൈപിടിച്ച് നിൽക്കും, ബഹുമാനിക്കും, അല്ലേ? നമ്മളൊന്ന് തങ്ങളാവാൻ തീരുമാനിച്ച് എവിടെയെങ്കിലും പോയി പഠിച്ചാൽ ആവോ? അത് അന്ന് കൊടുത്ത പോകല. 1,24,000 നബിമാർക്ക് നുബുവത്ത് അള്ളാഹ് കൊടുത്തതാണ്. അവരുടെ ഇൽമ് അള്ളാഹ് കൊടുത്തത് അവരെ എഴുതി പഠിച്ചതോ പരീക്ഷ എഴുതിയതോ ഒന്നുമല്ല. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹ് കൊടുത്ത ഇൽമ് എല്ലാ ഉലമാക്കളെക്കാളും എല്ലാ നബിമാരെക്കാളും ഏറ്റവും വലിയ ആലിം മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ ഡോക്ടർമാരെക്കാളും എല്ലാ എഞ്ചിനീയർമാരെക്കാളും എല്ലാ തത്വജ്ഞാനികളെക്കാളും എല്ലാ സാഹിത്യകാരന്മാരെക്കാളും ഏറ്റവും വലിയ എല്ലാ വിഷയത്തിലും ഏറ്റവും വലിയ ആലിം മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ കിട്ടിയ ഇൽമ? അള്ളാഹു കൊടുത്ത ഇൽമ. ഹിക്മത്തും അങ്ങനെ തന്നെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഉറക്കത്തിലുണ്ട് കൊണ്ടുപോയിട്ട് കൽബിൽ കണ്ട് കെട്ടി കൊടുത്തതാണ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ ഹിക്മത്തിന്റെ വിജ്ഞാനം ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് മഹാനവറുകൾ അവരുടെ തഫ്സീറിൽ, ഇബ്നു കസീർ തങ്ങൾ അവരുടെ തഫ്സീറിൽ ഇത് ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഊതിയത്തുൽ ഖുർആൻ വമാ യഅദിലു, എനിക്ക് ഖുർആനും കിട്ടിയിട്ടുണ്ട്, ഖുർആനിനോട് തുല്യമായതും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെ? എന്താണ് ഹിക്മത്ത്? എന്താണ് നുബുവത്ത്? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഖുർആനും കിട്ടി, എനിക്ക് എന്തും കിട്ടി, ഹിക്മത്തും കിട്ടിയിട്ടുണ്ട്. ഖുർആനോട് തുല്യം, അങ്ങനെയാണ് വാക്ക്. എനിക്ക് ഖുർആനും കിട്ടി, ഖുർആനിനോട് തുല്യമായതും എനിക്ക് കിട്ടി. മഹാന്മാർ അൽ ഹിക്മത്തു അദ്ലുൽ വഹി, വഹിയിനോട് തുല്യമായതാണ് ഹിക്മത്ത്. ഇങ്ങനെ അമ്പിയാക്കൾക്കാകുമ്പോൾ അതിന് വഹി എന്ന് പറയും, അല്ലേ? ഓരോന്നിനും ഓരോ പേരാ. ഇപ്പൊ മുഅ്ജിസത്ത് നബിമാർക്കാണെങ്കിൽ മുഅ്ജിസത്ത് എന്ന് പറയും. അതേ ഒരു കാര്യം തന്നെ ഒരു വലിയ ചെയ്താൽ അതിനെന്ത് പറയും? കറാമത്ത് എന്ന് പറയും. കാര്യം ഒന്നും തന്നെ, രണ്ടാളും ചെയ്തത് ഒരേ കാര്യമാണ്. അല്ലേ? ഒരു ജീവിയെ ഇപ്പോൾ ഒരു പക്ഷിയെ ജീവിപ്പിച്ചു, ഒരു പക്ഷിനെ അറുത്തിട്ട് ആ പക്ഷിയുടെ മാംസം പല ഭാഗത്തും കൊണ്ടുപോയി, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്തതാണല്ലോ, ആ പക്ഷി അങ്ങോട്ട് പറന്നുപോയി. ഇതൊരു നബി ചെയ്താൽ അത് മുഅ്ജിസത്താണ്. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അർത്ഥ കോഴിനെ, അല്ലേ, ചാറ് വെച്ച് ഫ്രൈയൊക്കെ ആക്കിയ കോഴി, ആ കോഴിനോട് പാറാൻ പറഞ്ഞാൽ ആ കോഴി അതും പാറി, അത് മുഅ്ജിസത്വമാണ്, അത് കറാമത്വമാണ്. രണ്ടും ഒരേ കാര്യം. രണ്ടാളും ഒന്ന് ചെയ്താൽ തന്നെ, നബി ചെയ്താൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين. അപ്പോൾ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഖുർആനും കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഖുർആനിനോട് തുല്യമായതും കിട്ടിയിട്ടുണ്ട്. വമാ യഅദലു, ഖുർആനിനോട് തുല്യമായത് എന്ന് പറഞ്ഞാൽ മഹാന്മാര് പറഞ്ഞു വഹുവൽ ഹിക്മ, അത് ഹിക്മത്താണ് എന്ന്. അമ്പിയാക്കൾക്ക് അല്ലാഹു ഹിക്മത്തും കൊടുത്തു എന്നർത്ഥം, മുത്തുനബിക്ക് അല്ലാഹു ഹിക്മത്തും കൊടുത്തു. അതിനെന്താ തെളിവ്? ബിദലീലി ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ ജുമുഅയിൽ 20-ാമത്തെ ആയത്ത്, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ഒന്ന് ഖുർആനാണ്. അല്ലാഹുവിന്റെ റസൂല് വയുഅല്ലിമുഹും മുത്തനബി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും അൽ കിതാബ് വിശുദ്ധമായ ഖുർആനിനെ വൽ ഹിക്മത ഹിക്മത്തിനെയും പഠിപ്പിച്ചു കൊടുക്കും. ഹിക്മത്തും അല്ലാഹു കൊടുക്കുന്നതാണ്. ഹിക്മത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്നതാണ്. മുത്തനബിക്ക് ഹിക്മത്ത് കിട്ടി. എന്നിട്ട് മഹാന്മാര് പറയുന്നു ഹിക്മത്തും നുബുവത്തിനെയും അത് വഹയിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ഫൽ ഹിക്മത്തു ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ മൗഹിബത്തുൽ ലിൽ ഔലിയാഇ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്. കമാ അന്നൽ വഹയ മൗഹിബത്തുൽ ലിൽ അംബിയാഇ അംബിയാക്കൾക്ക് വഹയ് കൊടുക്കുന്നത് പോലെ. അപ്പൊ ഔലിയാക്കൾ പറഞ്ഞാൽ അംഗീകരിക്കണ്ടേ? നമ്മുടെ വഴി അതാണല്ലോ, നമ്മുടെ വിജയവും അവിടെയാണല്ലോ. നമ്മൾ അള്ളാന്റെ ഔലിയാക്കൾ. എന്തിനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുർആൻ പരിചയപ്പെടുത്തിയത്? ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു നബി അല്ല, ഉറപ്പ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വലിയാണ്, ഹക്കീമാണ്. ആ മഹാനുഭാവനെ പരിചയപ്പെടുത്തിയ ഖുർആൻ അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു സൂറത്തിന് പേര് തന്നെ ഖുർആനിൽ ലുഖ്മാൻ എന്ന് വെച്ചു. ഔലിയാക്കളെ അംഗീകരിക്കണം, ഔലിയാക്കളുടെ ഹിക്മത്തുകളെ അംഗീകരിക്കണം, അവരുടെ തത്വങ്ങളെ അംഗീകരിക്കണം. അതൊക്കെ ദീൻ തന്നെയാണ്. അതൊന്നും പറ്റൂല. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഒരു ഔലിയ പറഞ്ഞോ അന്ന് ഞങ്ങൾ അംഗീകരിക്കൂല. മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞോ? എന്ത് മുഹ്യിദ്ദീൻ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അതാണല്ലോ പല ആളുകൾക്കും അബദ്ധങ്ങളും പിഴവുകളും പറ്റാൻ കാരണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അഖലസ ലില്ലാഹി 40 സബാഹ. എപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാർക്ക് ഹിക്മത്ത് കൊടുക്കാൻ? കൂടുതലൊന്നും അധ്വാനിക്കണ്ട. മൻ അഖലസ ലില്ലാഹി 40 സബാഹ. 40 ദിവസങ്ങൾ ഒരാള് പൂർണ്ണ ഇഖ്ലാസ് ഉള്ളവനായാൽ എല്ലാ കാര്യത്തിലും അവന്റെ നടപ്പിലും ഇരിപ്പിലും നോക്ക് എല്ലാ നിസ്കാരത്തിലും മാത്രം ഇഖ്ലാസ് അല്ല, എല്ലാ കാര്യത്തിലും ഓന്റെ വാക്കിലും നോട്ടത്തിലും അവന്റെ പെരുമാറ്റത്തിലും ചിന്തയിലും കുടുംബജീവിതത്തിലും എവിടെയും പരിപൂർണമായ ഇഖ്ലാസോടുകൂടെ ഒരാൾക്ക് 40 ദിവസം ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് ഹിക്മത്ത് കൊടുക്കും. ലഹറത്ത് യനാബിഉൽ ഹിക്മ മിൻ ഖൽബിഹി അലാ ലിസാനി. അവന്റെ കൽബിൽ നിന്ന് നാക്കിലൂടെ ഹിക്മത്തുകൾ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങുന്നു. നമുക്കിപ്പോ ഒരു 4 റക്അത്ത് നിസ്കരിക്കാൻ ഒരു 5-6 മിനിറ്റ് മതി. ഒരു 5-6 മിനിറ്റ് നമ്മുടെ 4 റക്അത്ത് നിസ്കാരത്തിന് മതി. ഈ ഒരു 5-6 മിനിറ്റ് നമുക്ക് ഇഖ്ലാസോടുകൂടി നിസ്കരിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലേ? കുറച്ച് ചെറിയ പാടല്ല, പണി. അല്ലാഹു റബ്ബുൽ നമ്മുടെ ഖൽബിനൊക്കെ നന്നാക്കി തരട്ടെ. ഇഖ്ലാസ് അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. 40 ദിവസം എല്ലാ കാര്യത്തിലും ഒരാൾ ഇഖ്ലാസ് ഉള്ളവനായാൽ പടച്ച റബ്ബ് അവന്റെ ഖൽബിൽ നിന്ന് ഹിക്മത്ത് അങ്ങ് നാക്കിലൂടെ ഒഴുക്കും എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹാ ഹുക്മു ലുഖ്മാനിൻ വസൂറത്തു യൂസുഫി വനഗമാതു ദാവൂദിൻ വഇഫ്ഫാതു മർയമി വലി ഹുക്മു അയ്യൂബിൻ വഗുറബാതു യൂനുസിൻ വഅഹ്സാനു യാഖൂബിൻ വവഹ്ശാതു ആദമി. ബഹുമാനപ്പെട്ട ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഹിക്മത്ത് അത് എവിടെയും അറിയപ്പെട്ടതാണ്, പ്രചാരത്തിലുള്ളതായിരുന്നു. അല്ലേ? അത് ജാഹിലിയ കാലഘട്ടത്തിലും ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ അറിയുമായിരുന്നു. എല്ലാവരും എല്ലാ ലോകത്തും ലുഖ്മാനുൽ ഹക്കീം അറിയപ്പെട്ടവരായിരുന്നു. അല്ലേ? മഹാന്മാരുടെ ഓരോ സ്വഭാവങ്ങള്. അപ്പോൾ ആ കാമുകിയെക്കുറിച്ച് അവളെക്കുറിച്ചുള്ള വർത്താനം രണ്ടഭിപ്രായം പറയുന്നുണ്ട്. ഭാര്യയെക്കുറിച്ച് പറഞ്ഞതാണ് എന്നും കാമുകിയെക്കുറിച്ച് പറഞ്ഞതാണ് രണ്ടും പറയുന്നു. ഏതാണോ അല്ലാഹു അഅലം. ഏതായാലും അവള് എന്ന് പറഞ്ഞ ആരാ, ഓള് എന്ന് പറഞ്ഞ ആരാ, ഞാനെന്ന് പറഞ്ഞ ആരാ, ഓളാരാ ഞാനാരാ, ഓള് ലുഖ്മാനിൻ. ഓളെ ബുദ്ധി എന്താണെന്നറിയോ? ഓളെ ഹിക്മത്ത് എന്താ? ലുഖ്മാനുൽ ഹക്കീമിന്റെ ഹിക്മത്താണ് ഓളെടുത്ത്. സൂറത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കോല, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭംഗിയാണ്, എന്തൊരു സൗന്ദര്യമാണ്. പിന്നെയോ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ശബ്ദമാണ്.
അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ശബ്ദം ഉള്ളയാളായിരുന്നു മഹാനായ സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാം. മിസ്മാറു ദാവൂദ്, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മാസ്മരിക ശബ്ദം. നാളെ സുഖലോക സ്വർഗക്കാര് സ്വർഗത്തില് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പാട്ടുണ്ടാവുന്നതാണ്. അള്ളാഹു നമുക്ക് കേൾക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. സബൂർ എന്ന് പറഞ്ഞാൽ സങ്കീർത്തനങ്ങളാണ്. ഓരോ ഖുർആൻ തന്നെ, ഖുർആൻ സത്യത്തിൽ പാട്ടല്ല, ഖുർആൻ സങ്കീർത്തനങ്ങളല്ല. പക്ഷെ ഖുർആൻ അത് ഓതിയാൽ തന്നെ അത് വല്ലാത്തൊരു ഭംഗിയാണ്. കിതാബുകളുടെ കൂട്ടത്തിൽ താളാത്മകമായി ഏറ്റവും മനോഹരമായ സങ്കീർത്തനങ്ങളുടെ സമാഹാരമാണ് പരിശുദ്ധമായ സബൂർ. ആ സബൂർ കൊടുത്തത് ദാവൂദ് നബിക്ക്. ദാവൂദ് നബി ആ സബൂർ അതങ്ങട്ട് അവതരിപ്പിച്ചാൽ എന്താണ്, എത്രത്തോളം ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മെഹ്റാബിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ദാവൂദ് നബി അലൈഹി ഇസ്ലാം സബൂർ അങ്ങോട്ട് ഓതാൻ തുടങ്ങിയാൽ പക്ഷികൾ വരും, മൃഗങ്ങൾ വരും. ബഹുമാനപ്പെട്ടവരുടെ പള്ളിയുടെ മെഹ്റാബിന്റെ ചുറ്റുഭാഗത്ത് വന്യജീവികൾ, സിംഹങ്ങളും പുലികളും കാട്ടുമൃഗങ്ങൾ പോലും ഈ മനോഹരമായ സബൂർ കേൾക്കാൻ വേണ്ടി വന്നിരുന്നു. എല്ലാവരും അച്ചടക്കത്തോടുകൂടെ ഈ മെഹ്റാബിന്റെ ചുറ്റുഭാഗത്ത് മാനുകൾ വന്നു, മുയലുകൾ വന്നു, സിംഹം വന്നു, പുലിയും വന്നു. എന്നാൽ സിംഹത്തിനും പുലിക്കൊന്നും ഈ മാനിനെ പിടിക്കണം എന്ന് യാതൊരു വിചാരമല്ല, ഈ മുയലിനെ തട്ടണം എന്ന് യാതൊരു വിചാരമല്ല. എല്ലാവരും മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ശബ്ദത്തിൽ ലയിച്ചങ്ങനെ നിൽക്കുകയായ പതിവ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. സയ്യിദുനാ ദാവൂദ് നബി അലൈഹി സ്വലാം വല്ലാത്ത ആകർഷണീയമായ ശബ്ദമായിരുന്നു. മനുഷ്യരെ മാത്രമല്ല, പക്ഷികൾ മൃഗങ്ങളെ പോലും ആകർഷിച്ചിരുന്ന ഏറ്റവും മനോഹരമായ ശബ്ദത്തിന്റെ ഉടമ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. അപ്പോൾ ഓള്ള ഭംഗി യൂസുഫ് നബിയുടെ ഭംഗിയാണ്, ഓള്ള ശബ്ദം ദാവൂദ് നബിയുടെ ശബ്ദമാണ്. അവരുടെ പരിശുദ്ധി, അല്ലേ, പരിശുദ്ധി അവരുടെ ഒരു പുരുഷനും സ്പർശിച്ചില്ല, ഒരാളുടെയും കണ്ണ് പതിഞ്ഞില്ല. മഹതിയായ മറിയം ബീവിയുടെ ചാരിത്ര ശുദ്ധിയാണ്. മറിയം ബീവിയുടെ ചാരിത്ര ശുദ്ധിയുള്ള, യൂസുഫ് നബിയുടെ സൗന്ദര്യമുള്ള, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പരിശുദ്ധമായ ശബ്ദമുള്ള, ലുഖ്മാനുൽ ഹക്കീമിന്റെ ബുദ്ധിയും തത്വജ്ഞാനവും ഉള്ളവളാണ് അവള്. ഞാനോ എന്റെ കാര്യം പറയണ്ട, വലിയ സുഖം അയ്യൂബ്, ഞാൻ രോഗിയാ, ഞാന് അയ്യൂബ് നബിക്ക് രോഗം ബാധിച്ചതുപോലെ ഞാൻ രോഗം ബാധിച്ചവനാ. യൂനുസ് നബി അലൈഹി സ്വലാമിനെ പോലെ ഒറ്റപ്പെട്ടവനാ, അല്ലേ? യൂനുസ് നബി അലൈഹി സ്വലാം ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ മത്സ്യത്തിന്റെ വയറ്റിലാണ് കുടുങ്ങിയത്, അല്ലേ? മത്സ്യത്തിന്റെ വയറ്റിലാണ്. കടലിൽ ഒറ്റപ്പെട്ടതല്ല, കടലിലാണെങ്കിലും വിരോധമല്ല, മത്സ്യത്തിന്റെ വയറ്റിൽ ഒറ്റപ്പെട്ടു. അങ്ങനെ പോയി. എനിക്ക് എപ്പോഴും ടെൻഷനാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കൾ പോയി, യൂസുഫ് നബി അലൈഹി സ്വലാം പോയി, ബിന്യാമീൻ പോയി, അതിലൊക്കെ ബാധിച്ച ആ ദുഃഖങ്ങൾ, ടെൻഷനുകൾ, ഞാനെപ്പോഴും എനിക്ക് ടെൻഷനാണ്. ആദം നബി അലൈഹി സ്വലാമിന്റെ ഏകാന്തതയുമാണ്, അല്ലേ? ആദം നബി അതൊക്കെ ഒരു വല്ലാത്തൊരു വർത്താനാണ്. കാരണം ആദം നബി സ്വർഗത്തിലായിരുന്നു, ഏറ്റവും നല്ല സുഖത്തിൽ നിന്ന്. സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ആദം നബിക്ക് ഉണ്ടായിരുന്നു. സ്വർഗത്തിലെ ഭാര്യ ഉണ്ടായിരുന്നു, ഹവ്വാ ബീവി ഉണ്ടായിരുന്നു, ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, കൊട്ടാരങ്ങളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങോട്ട് ഒഴിവായി ഭൂമിയിൽ കണ്ടെത്തി, അല്ലേ? ഭൂമിയിൽ വന്നിറങ്ങിയ ഉടനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ബോധം പോയി. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 40 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെന്തായത്, ബോധം കിട്ടിയത്. എങ്ങനെ? ബോധം കെടുത്താൻ വേണ്ടി ക്ലോറോഫോം മണപ്പിക്കാറുണ്ട്, അല്ലേ? ബോധം കെടുത്താൻ വേണ്ടി എന്ത് ചെയ്യും? ക്ലോറോഫോം, അതേപോലെ രാസവസ്തുക്കളൊക്കെ വീട്ടിൽ വെച്ചാൽ ബോധം പോകും. ഇനി എങ്ങനെ ബോധം കെടുത്തിയാലും, മനുഷ്യന്മാരെ ബോധം കെടുത്തിയാൽ അതിന് ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ കഴിഞ്ഞാൽ അത് ക്ലിയർ ആകുന്നു. ചില മണം കയറിയാൽ ബോധം കെടും. ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിലെ പരിമളം, സ്വർഗത്തിലെ സുഗന്ധം, സ്വർഗത്തിലെ പരിമളം, സ്വർഗത്തിലെ സുഗന്ധം, അത് എങ്ങനെയാന്ന് പറയാൻ കഴിയില്ല. അത് കുറച്ചെങ്കിലും മനസ്സിലാവാനാണ് മുസ്തനബി പറഞ്ഞത്, ഇത് പറഞ്ഞത്. ആദം നബി ഇവിടെ വന്നപ്പോൾ ബോധം പോയി. എന്നിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടാണ് ബോധം കിട്ടിയത്. എന്തേ കാരണം? ഈ ദുനിയാവിന്റെ മണം പിടിക്കാഞ്ഞിട്ട്. അന്ന് ദുനിയാവിലെ മണം ഉണ്ടാവാനില്ല, എവിടെയും കോഴി വേസ്റ്റ് ഇല്ല, കക്കൂസില്ല, തൊഴുത്തില്ല, അതൊന്നുമില്ല. പിന്നെ എന്ത് നാറ്റാ ഈ ഭൂമിയിൽ? അന്ന് ഈ വക വൃത്തികേടൊന്നുമില്ല, മണക്കാൻ, നാറാൻ. ഇപ്പൊ ഇവിടെ വല്ല മണമുണ്ടോ? ഇപ്പൊ നമ്മളിപ്പോ ദുനിയാവിൽ ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ചൊരു മണമെന്ന് നമുക്കില്ലല്ലോ. പക്ഷെ സ്വർഗത്തുനിന്ന് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്താണ്? ദുർഗന്ധാണ്. അതങ്ങനെയാണ്. പിന്നെ നമ്മളിപ്പോ ഇവിടെ എഴുതിച്ചേർന്നത് നമുക്ക് ഇവിടെ ഇപ്പൊ ദുനിയാവിൽ എന്ത് ദുർഗന്ധം എന്നപ്പോ നിങ്ങൾ പറയുന്നത്? ആദം നബിക്ക് 40 ദിവസം ബോധം പോകാൻ മാത്രം ഇപ്പൊ ദുനിയാവിൽ എന്താ മണം, അല്ലേ?
അതിപ്പോ പണ്ട് മരോള് പറഞ്ഞ മാതിരി ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആകെ നാരി കാരണം പൈക്കളും കോഴികളും ചാണകം മണത്തിട്ട് പുതിയാപ്പള്ള കുടിയിൽ ഞാൻ ചെന്നോക്കുമ്പോൾ ഇപ്പം എന്തായി ശരിയായി ഇപ്പം മണമൊക്കെ പോയി. ഇപ്പം മണം പോയിട്ടല്ല, ഇപ്പോൾ 2 ആഴ്ച ചെന്നപ്പോൾ എന്തായി ഇപ്പോഴും അതിലുണ്ട് ചേലായതാണ്. ഇപ്പം ഈ കാർപ്പറ്റ് വെള്ളമൊക്കെ നനഞ്ഞാൽ പിന്നെ ഒരു മണം ഉണ്ടാവും, ഈ മഴക്കാലത്ത് ഒരു മണം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം നമുക്കൊക്കെ മാറ്റാൻ തോന്നിയിട്ട് കിടങ്ങറൊക്കെ ഉണ്ട്, ചിരിക്കൊണ്ട് നിൽക്കൊണ്ട് എല്ലാവർക്കും അപ്പോൾ പൊടിയും മണമൊക്കെ ഉണ്ടാവും, ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് പണി പൂർത്തിയാക്കി ഒക്കെ ഒന്ന് വൃത്തിയാക്കി പുതിയ കാർപ്പറ്റാക്കണം നമുക്കൊക്കെ ആഗ്രഹം ഉണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് ശീലിച്ചത് കൊണ്ട് പുതിയ ഒരാൾ ചിലപ്പോൾ കയറി വരുമ്പോൾ അവതും കയറുന്നത് കയറി വരുമ്പോൾ ഒരു എന്തൊരു മണം നമുക്ക് ഉണ്ടാവില്ല, കാരണം നമ്മൾ ദിവസം മനസ്സിൽ പരിചയിച്ചതുകൊണ്ട്. അപ്പൊ അതൊരു രീതിയാണ്. ആദം നബി അലൈഹിസ്സലാം ദുനിയാവിന്റെ ഈ മണം പിടിക്കാഞ്ഞ, കാരണം സ്വർഗത്തിലുള്ള ഒരാൾ, സ്വർഗത്തിൽ നിന്ന് വന്ന ഒരാൾ 40 ദിവസം കഴിഞ്ഞിട്ടാണ് ബോധം തിരിച്ചു കിട്ടിയത് എന്ന് മഹാനായ മുസ്ലിം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ ആ സുഖവും സൗന്ദര്യമൊക്കെ അനുഭവിച്ച ആദം നബി ഈ ഭൂമിയിൽ ഇങ്ങോട്ട് വന്നിറങ്ങിയപ്പോ പിന്നെ ഭാര്യ മറ്റൊരിടത്ത് അല്ലേ. ആദം നബി ഒരു ഭാഗത്ത്, ഭാര്യ വേറൊരിടത്ത്. ആദം നബീനെ അള്ളാഹ് ഇറക്കിയത് നമ്മുടെ പിന്നെ ഇന്ത്യയിലാണ്, പിന്നെ അതേപോലെ ഇന്ത്യയിലൊരു ദ്വീപിലാണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അത് ഇന്ത്യയോട് ചേർന്ന ദ്വീപ് അത് നമ്മുടെ ശ്രീലങ്കയാണ്. അങ്ങനെയൊക്കെ അവിടെ ആദം മലയൊക്കെ ഉണ്ടല്ലോ, അതിന് ഇവിടെ കാലുപതിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. ഏതായാലും ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കേന്ദ്രം ഇന്ത്യ തന്നെയായിരുന്നു. ഇന്ത്യയിൽ നിന്നാണ് 40 വട്ടം ഹജ്ജിന് പോയത് എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് ഇന്ത്യയിൽ ആദമി എന്ന് പറയും അല്ലേ, മറ്റൊരു ഭാഷയിലും പറയാത്തൊരു വാക്കാണ്. ഹിന്ദിയിൽ, ഉറുദുവിൽ, ഇന്ത്യൻ ഭാഷകളിൽ മനുഷ്യർക്ക് പറയുന്ന വാക്കാണ് ആദമി. ആദമി അതിനു പോലും കാരണം ആദം നബി അലൈഹിസ്സലാം വന്നത് ഇന്ത്യയിലാണ് എന്നതാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ആദം നബി ഇവിടെ, പിന്നെ നമ്മുടെ ഉമ്മ ജിദ്ദയിൽ, അവിടെയാണ് പല അഭിപ്രായങ്ങളുണ്ട്. പിന്നെ അവർ കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ചാണ്, അതുകൊണ്ടാണ് അറഫക്ക് അറഫ എന്ന് പേര് വരാൻ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ. ഏതായാലും കുറേ കാലം, കുറേ വർഷങ്ങള് ഭാര്യയുമില്ല, ഒരു മുണ്ടിപ്പറാൻ ആളുമില്ല, ഈ കൊട്ടാരമുള്ള സ്വർഗത്തിലെ ഭക്ഷണമല്ല, സുഖവും ഒന്നുമില്ല. ഇവിടെ ഈ ഇന്ത്യ രാജ്യത്ത് കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക, ഇതായിരുന്നു ആദം നബിയുടെ ഇടങ്ങറ്. അങ്ങനത്തെ ഒരു ഒറ്റപ്പെടൽ. അപ്പോൾ ഞാന് അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ പോലെ രോഗം ബാധിച്ചവനും, യൂനുസ് നബി അലൈഹി സ്വലാമിനെ പോലെ ഒരു ഭാഗത്ത് കുടുങ്ങിപ്പോയവനും, യാക്കോബ് നബി അലൈഹി സ്വലാമിനെ പോലെ ദുഃഖങ്ങളുള്ളവനും, ആദം നബി അലൈഹി സ്വലാമിനെ പോലെ ഒറ്റപ്പെട്ടവനുമാണ്. ഓൾക്ക് ലുഖ്മാനുൽ ഹക്കീമിന്റെ ഹിക്മത്ത്. ഞാനിത് പറയാൻ കാരണം, ഇത് ജാഹിലിയ കാലഘട്ടങ്ങളിലും അതിനുശേഷവും അതിനു മുമ്പുമൊക്കെ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഹിക്മത്ത് എവിടെയും എല്ലാ ഭാഗങ്ങളിലും അത് അറിയപ്പെട്ട ഒരു കാര്യമായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹിക്മത്ത് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഹക്കീമായത്? നമ്മൾ പറഞ്ഞു അതിന്റെ രൂപം അള്ളാഹു കൊടുത്തതാണ്. എന്നാലും അള്ളാഹു അങ്ങനെ കൊടുക്കാൻ എന്താ കാരണം? പടച്ചറബ് അങ്ങനെ കൊടുക്കാനൊരു കാരണമാണല്ലോ അല്ലേ. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ജനങ്ങളോട് വഅദ് പറയുകയാണ്. വഹും മുജ്തമിഊന അലൈഹി, ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ലിസ്തിമായി കലിമത്തുൽ ഹിക്മ, ബഹുമാനപ്പെട്ടവരുടെ ഹിക്മത്തിന്റെ വർത്താനം കേൾക്കാൻ. ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ വഅദ് കേൾക്കാൻ ധാരാളം ആളുകൾ പോകും. കാരണം അങ്ങനത്തെ വർത്താനം. അങ്ങനെ വലിയൊരു സദസ്സ് കണ്ടു. ആ സമയത്ത് ഇത് മർറബിഹി അദീമുൻ മിൻ ഉലമാഇ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകളിൽപ്പെട്ട ഒരു വലിയൊരു മഹാൻ ഇങ്ങനെ വഴിക്ക് പോവുക. എന്താ ഇവിടെ കുറെ ആള്, ബനു ഇസ്രായേലുകൾപ്പെട്ട വലിയൊരു മഹാൻ ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ എന്താ ഇവിടെ കുറെ ആളും പാളും അന്വേഷിച്ചു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇവിടെ ഒരു വയൽ കണക്കാണ്, എന്താ ഇത്ര വലിയ ജനം, ഇങ്ങനെ ആള് കൂടാനുള്ള വയൽ, ആരായി വയൽ പറയുന്ന ആള്? അപ്പോൾ പറഞ്ഞു ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, മൂപ്പര് വയൽ നമുക്കൊന്ന് കേൾക്കാം. മൂപ്പര് ഇറങ്ങി. അങ്ങനെ വയൽ കേട്ടു. വയലൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പരിചയപ്പെടാ, ഞാനിങ്ങനെ ചോദിച്ചു പോവുകയാണ്, ഞാൻ ഇന്ന ആളാണ്, എന്നോട് നല്ല ചോദിച്ചു പോകും, നിങ്ങളെ വയലാന്ന് കേട്ടപ്പോൾ വന്നതാ, നിങ്ങൾക്ക് വർത്താനം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സംസാരിക്കാൻ. അത് ചോദിച്ചു, അല്ല നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടത്
അലസ്തൽ അബ്ദുൽ അസ്വദുൽ ലദീ കുന്ത തർആ ബിമൗദി കദാ വകദാ, നിങ്ങളൊരു അടിമയായിരുന്നില്ലേ? ആടുകളൊക്കെ മേച്ച് നടന്നൊരു അടിമ. നിങ്ങൾ ഒന്നും അല്ലാത്ത ഒരു യജമാനന് പണിയെടുത്തിരുന്ന ഒരു അടിമയായിരുന്നില്ലേ നിങ്ങൾ? കഷ്ടപ്പാടിന്റെയും വേദനയുടെയും ആ ഒരു ജീവിതത്തിൽ ആടുമേച്ച് നടന്നിരുന്ന ഒരു അടിമയായിരുന്ന നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലേ? ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് നിങ്ങളെ കുറിച്ച്, ശരിയാണോ? അപ്പോൾ മഹാനവൾ പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. സമല്ലത് ഈ ബലകബിക്കമ അറ, ഈ അവസ്ഥ നിങ്ങൾ ഇങ്ങനെ വലിയ അലാഖിന്റെ സ്റ്റേജിലും ഈ വയലും ഈ ആൾക്കാരൊക്കെ ഇത്ര വലിയ മഹാനായി, എന്താ ഇതിന്റെ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു 3 കാരണങ്ങളാണ്. ഒന്ന് സിദ്ഖുൽ ഹദീസ്, ഞാൻ അന്നും എന്നും വർത്തമാനം പറയുകയാണെങ്കിൽ സത്യം പറയൂ. ഞാനൊരു വാക്ക് പറയുകയാണെങ്കിൽ എന്നും എനിക്ക് സത്യസന്ധത എന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. സിദ്ഖുൽ ഹദീസ് വഅദാഉൽ അമാന, വിശ്വസ്തത എനിക്കുണ്ടായിരുന്നു. വിശ്വസിച്ചൊരു കാര്യം ഇപ്പോൾ ഞാനത് പൂർത്തിയാക്കും. അതിൻ്റെ യജമാനനോടും ആരോടും എന്നും എൻ്റെ ചെറുപ്പത്തിലും എപ്പോഴും എനിക്ക് സത്യസന്ധത, എൻ്റെ ഓരോ വാക്കിനും സത്യസന്ധത ഉണ്ടായിരുന്നു, അമാനത്തുണ്ടായിരുന്നു, വിശ്വസ്തത ഉണ്ടായിരുന്നു. പിന്നെ മാലായ എനിക്ക് ആവശ്യമില്ലാത്തടത്തേക്ക് ഞാൻ പോകില്ല, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. തർക്കുമാലായ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക, അതിൻ്റെ സ്വഭാവം. ഈ 3 കാരണങ്ങളാണ്. എനിക്ക് ഹിക്മത്ത് അല്ലാഹു തരാൻ എൻ്റെ അടിത്തറ, എൻ്റെ സ്വഭാവങ്ങളിൽ ഏറ്റവും പ്രധാനമായി സത്യസന്ധത എനിക്കുണ്ടായിരുന്നു, അമാനത്തുണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടൂല. ആവശ്യമില്ലാത്ത എവിടെയും, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആവശ്യമുള്ളത്, വർത്താനം പറയുകയാണെങ്കിൽ ആവശ്യമുള്ളത്, എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ ആവശ്യമുള്ളത്, ഏതൊരു ഇടപെടലും ആവശ്യമുള്ളത് മാത്രം. ആവശ്യമില്ലാത്തതിൽ പോയി തലട്ടിട്ട് ആ പണിയില്ല. ഈ 3 അടിത്തറയാണ് എനിക്ക് ഹിക്മത്ത് കിട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. ഖൂത്തുൽ അജ്സാദി അൽ മശാരിബ് വൽ മതായിം, ശരീരത്തിന് ആവശ്യമായതാണ് ഭക്ഷണങ്ങളും പാനീയങ്ങളും. ശരീരത്തിന് ആവശ്യമായ ഖൂത്ത് അത് പാനീയങ്ങളും ഭക്ഷണങ്ങളും ഒക്കെയാണ്. എന്നാൽ ഖൂത്തുൽ അഖൽ, ബുദ്ധിക്ക് ആവശ്യമായത് അൽ ഹിക്മത്തു വൽ ഇൽമ്, ഹിക്മത്തും ഇൽമുമാണ് എന്ന് മഹാന്മാരായ ഹുക്കമാ പറയുന്നുണ്ട്. ഇൽമും ഹിക്മത്തും രണ്ടാണ് അല്ലേ? ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പഠിച്ച് നമുക്ക് ഉണ്ടാക്കാം കുറേയൊക്കെ. പിന്നെ ആ ഇൽമ് പടച്ച റബ്ബ് അവൻ്റെ ലദുന്നിയായ ഇൽമ്, നൂറാനിയത്തായ ഇൽമ് അതുകൊണ്ട് തുറന്നു വരുമ്പോൾ അത് ഹിക്മത്തായി മാറും ചെയ്യാം. ഇൽമും ഹിക്മത്തും, ഇൽമ് കുറെ പഠിക്കുമ്പോൾ അത് ഹിക്മത്തിലേക്കുള്ള വഴിയായി മാറും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഫ്ളലു മാ ഊതിയൽ അബ്ദു ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച് ഒരു അടിമക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് അൽ ഹിക്മ, ഹിക്മത്താണ്. വഫിൽ ആഖിറ, ആഖിറത്തിൽ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് അർ റഹ്മ, റഹ്മത്തുമാണ്. എങ്ങനെ ദുനിയാവിൽ ഒരു അടിമക്ക് അല്ലാഹു കൊടുക്കുന്നതിൽ ഏറ്റവും ഫضലുള്ളത് സമ്പത്തോ നല്ല ഭക്ഷണമോ നല്ല ഭാര്യ മക്കളോ വീടോ ഒന്നുമല്ല. ദുനിയാവിൽ ഏറ്റവും അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും ഫضലുള്ളത് ശ്രേഷ്ഠതയുള്ള ഹിക്മത്താണ്. ആഖിറത്തിലോ അല്ലാഹു ഒരു അടിമക്ക് കൊടുക്കുന്ന ഏറ്റവും ഫضലുള്ളത് സ്വർഗ്ഗോ കൊട്ടാരോ ഒന്നുമല്ല. പിന്നെയോ അല്ലാഹുവിന്റെ റഹ്മത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരായ ഉലമാ അറായിസുൽ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, അൽ ഹിക്മത്തു സലാസ്, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഈ ഉമ്മത്തിന് നമ്മുടെ ഹിക്മത്ത് അത് 3 എണ്ണമാണ്. ഒന്ന് ഹിക്മത്തുൽ ഖുർആൻ, ഖുർആനിന്റെ ഹിക്മത്താണ്. വഹിയ ഹഖായിഖു, അതാണ് ഖുർആനിന്റെ ഹഖുകൾ, ഹഖായിഖുകൾ യാഥാർത്ഥ്യങ്ങൾ, ഖുർആനിന്റെ ഹഖീഖത്തുകൾ, അതാണ് ഹിക്മത്തുൽ ഖുർആൻ. രണ്ടാമത്തത് ഹിക്മത്തുൽ ഈമാൻ, ഈമാനിന്റെ ഹിക്മത്താണ്, അതാണ് അൽ മഅരിഫ, മഅരിഫത്ത്. നമ്മൾ ആദ്യത്തെ ദിവസം അല്ലാഹു എന്ന വിഷയം, അല്ലാഹു അറിവും അനുഭവം പറഞ്ഞപ്പോൾ മഅരിഫത്ത് പറഞ്ഞിട്ടുണ്ട്. വഹിക്മത്തുൽ ബുർഹാൻ, പിന്നെ ഹിക്മത്തുൽ ബുർഹാനാണ് 3ാമത്തത്. അത് എന്ന് പറഞ്ഞാൽ വഹിയ ഇദ്റാഖുൽ അസായിഫി സുന്നിൽ ഹഖ് ഫിൽ അഫ്ആൽ, അത് പ്രവർത്തനങ്ങളിൽ, പിന്നെ ഹഖായ പ്രവർത്തനങ്ങളിലൂടെ കിട്ടുന്ന ഒരു ഹിക്മത്താണ്, അത് ഹിക്മത്തുൽ ബുർഹാൻ. ഇങ്ങനെ 3 തരത്തിലാണ് ഹിക്മത്ത് എന്ന് ആ രംഗത്ത് പഠനം നടത്തിയ മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്
وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين. സൂറത്ത് ലുഖ്മാനിൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ ആയത്ത്, ലുഖ്മാനിലെ ആദ്യത്തെ ആയത്തല്ല, ലുഖ്മാനിൽ ലുഖ്മാൻ റളിയല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ ആയത്ത് 12ാമത്തെ ആയത്ത്. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ അനിഷ്കുർ ലില്ലാഹ് വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു പറഞ്ഞു, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ, ലുഖ്മാനുൽ ഹക്കീമിനെ നാം ഹിക്മത്ത് നൽകി. എന്തിന്? അനിഷ്കുർ ലില്ലാഹ്, അല്ലാഹ്ക്ക് ശുക്ർ ചെയ്യാൻ. വമൻ യശ്കുർ, ആരെങ്കിലും ശുക്ർ ചെയ്താൽ ഫഇന്നമാ യശ്കുറു ലിനഫ്സി, ആ ശുക്ർ സ്വന്തത്തിനാണ്. അതുകൊണ്ട് കാര്യം ആർക്കാ? ശുക്ർ ചെയ്തോനാ. അള്ളാഹ്ക്ക് താങ്ക്സ് പറഞ്ഞാൽ അല്ലേ, പഠിച്ചോനെ താങ്ക്സ് ഉണ്ട് കേട്ടോ അല്ലേ, പഠിച്ചോനെ താങ്ക്സ് പറയാം. പഠിച്ചോനെ എന്താ ഇനിയിപ്പോ അങ്ങനെ പറയണ്ട, അൽഹംദുലില്ലാ എന്ന് പറയാം. അങ്ങനെയാണല്ലോ അള്ളാഹ്ക്ക് നന്ദി പറയേണ്ടത്. ഇനി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു അള്ളാഹ്ക്ക് എന്താ? ഇത് പറഞ്ഞില്ല എന്നാ എന്താ വല്ല കുറവ് വരുമോ? പറഞ്ഞാൽ ശുക്ർ ഉണ്ടായാൽ അത് ആർക്കാ നല്ലത്? നിനക്ക് തന്നെ. ലഇൻ ശകർതും ലഅസീദന്നകും. ഇനി ശുക്ർ ഉണ്ടായില്ല, നീ നിഷേധിച്ചു, ഒമൻ കഫർ, നിഷേധിച്ചു, എന്നാലോ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അള്ളാഹു ആരാ? പഠിച്ചെന്ന് ഗനിയാണ്. അള്ളാഹു അതിനൊക്കെ അപ്പുറം, അള്ളാഹ് അതിനൊക്കെ ഐശ്വര്യമാണ്. അള്ളാഹു ഹമീദ ഗനിയ. എല്ലാവരും കൂടെ അള്ളാഹിനെ കണ്ട് നിഷേധിച്ചു, എന്തിനും വരാൻ പോകുന്നു അല്ലേ? ലാനത്താക്കപ്പെട്ട ഫിർഔൻ ലാനത്തുല്ലാഹി അലൈഹി അല്ലേ, മേലെ കയറി പറഞ്ഞു അന റബ്ബുക്കുമുൽ അഅ്ലാ. എന്നിട്ട് എന്തേ അള്ളാഹ്ക്ക്? എന്നിട്ട് എന്തേ അള്ളാഹ്ക്ക് അല്ലേ? നമ്മൾ ചിന്തിക്കണം. അവിടെയും ഒരു അത്ഭുതം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഫിർഔൻ പോലും എന്ത് പറഞ്ഞില്ല? അനല്ലാ എന്ന് പറഞ്ഞില്ല എന്നാണ്. ഞാനാണ് അള്ളാ എന്ന് പറഞ്ഞില്ല. അതൊരു വലിയ അത്ഭുതമാണ്. അള്ളാഹു എന്ന വാക്ക് അല്ലേ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എന്ന വാക്കിന് എന്തില്ല? ബഹുവചനല്ല. മുമ്പ് പറഞ്ഞിട്ടില്ലേ? നമ്മൾ പറയും മനുഷ്യന്മാരെ, പറഞ്ഞിട്ടില്ലേ? ഓർമ്മ ഉണ്ടോ? ഒരാൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, കേൾക്കാത്തവരും ഉണ്ടാവും. നമ്മളിപ്പോ എന്തൊരു വാക്കിനും അതിൻ്റെ ഒരു പ്ലൂരൽ, അതിൻ്റെ ബഹുവചനം ഉണ്ടാവും. പള്ളിക്ക് മസ്ജിദ് എന്ന് പറയും, പള്ളികൾ എന്ന് പറയും മസാജിദ്, മദ്രസ മദാരിസ്, കലം പേന, അഖലാം പേനകൾ, റജുൽ ഒരാണ്, റിജാൽ ആണുങ്ങള്, കുട്ടി ഒരു തിഫൽ കുട്ടികൾ, അത്ഫാൽ അല്ലേ. ഏതിനും ഒന്ന് അതിൻ്റെ ബഹുവചനം പറയും. കുട്ടി കുട്ടികൾ, ഉസ്താദ് ഉസ്താദുമാര്, പെണ്ണ് പെണ്ണുങ്ങള്, ഇങ്ങനെ എല്ലാത്തിനും ബഹുവചനം ഉണ്ടാവും. ഏതൊരു വാക്കിനും ഏത് ഭാഷയിലും ഉണ്ടാവും. എന്നാൽ അള്ളാ എന്ന വാക്കിന് എന്തില്ല? ബഹുവചനമില്ല. ഇലാഹ് എന്നുള്ള വാക്കിനുണ്ട്. ഇലാഹ് പറഞ്ഞാൽ ദൈവം എന്ന് പറയാം. ഇലാഹിന് ആലിഹത്ത് എന്നുണ്ട് ബഹുവചനം. അള്ളാ എന്നുള്ള വാക്കിന് എന്തില്ല? ബഹുവചനമില്ല. ഏതൊരു വാക്കിനും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ഏതൊരു വാക്കിനും അതിൻ്റെ പുല്ലിംഗവും സ്ത്രീലിംഗവും ഉണ്ടാവും. മുഅന്നസും മുദക്കറും ഉണ്ടാവും. ഒരു ആണ് പറഞ്ഞ പെണ്ണുണ്ടാവും അല്ലേ, മനസ്സിലാവുണ്ടാവും. ഇടത്ത് പറഞ്ഞ വലത്തുണ്ടാവും. ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെ എതിര് പോസിറ്റീവും നെഗറ്റീവും, അതിൻ്റെ ആണും പെണ്ണും ഉണ്ടാവും. വാക്കുകൾക്കും അങ്ങനെ തന്നെയാണ്. ഒരു വാക്ക് കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഒരു വാക്ക് കൊടുത്തിട്ട് ഇതിലൊക്കെ പുല്ലിംഗം എഴുതുക, അല്ലെങ്കിൽ ഇതിലൊക്കെ സ്ത്രീലിംഗം, ഇതിൻ്റെ ബഹുവചനം എഴുതുക. അള്ളാ എന്ന വാക്കിന് അത് എന്തില്ല? അതിന് സ്ത്രീലിംഗം അല്ല. അത് പുല്ലിംഗാണോ? അതിന് മറുപടി ഇല്ല.
സ്ത്രീലിംഗാണോ അത് പുല്ലിംഗോ അല്ല, അത് സ്ത്രീലിംഗോ അല്ല, അതിന് ബഹുവചനല്ല. അതിന്റെ ഉച്ചാരണം, അറബിയിലെ എല്ലാ വാക്കുകൾക്കും ഉള്ള ഉച്ചാരണം ഓരോന്നിനും മഖ്റജ് എന്നതാണ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ അത് വാദല്ല, പിന്നെ വലദ്ദാലീൻ എന്ന് പറയുന്ന വാദല്ല, ലാലിം എന്നൊക്കെ പറയുന്ന ലാഉ അല്ല, അല്ലാഹ് എന്ന് പറയുന്ന കനപ്പിച്ചു. ആ ഉച്ചാരണത്തിന് പോലും അതൊരു അത്ഭുതമാണ്. അല്ലാഹ് എന്ന വാക്ക്, ആ വാക്ക് മുതൽ ഒരു ഭാഷയിലും ഇല്ലാത്ത ഒരു പ്രത്യേകമായ അത്ഭുതകരമായ വാക്കാണ് പടച്ച റബ്ബിന്റെ ജലാലത്തിന്റെ ഇസ്മുള്ളത്. ആ ഇസ്മിന്റെ വലിയൊരു പ്രത്യേകതയായിട്ട് പറഞ്ഞത് വലിയ ദൈവ നിഷേധികൾ, അല്ലെങ്കിൽ ഞാനാണ് പടച്ചോന് എന്ന് പറയാൻ ശ്രമിച്ചവർ പോലും, അവർ പോലും ഞാനാണ് ഖാലിഖ് എന്ന് പറഞ്ഞവരുണ്ടായിട്ടുണ്ട്, ഞാനാണ് റാസിഖ് എന്ന് പറഞ്ഞവരുണ്ടായിട്ടുണ്ട്, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞു. ചെറിയ റബ്ബല്ല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞു. ആര്? അന്ന റബ്ബുക്കുമല്ല. ആര് പറഞ്ഞു? ഫിർഔൻ പറഞ്ഞു. അപ്പോഴും ആ ചങ്ങായി എന്ത് പറഞ്ഞില്ല? അനല്ലാ, ഞാൻ ആര്? ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞതാണ്. മനസ്സിലാവുണ്ടോ? അല്ലാഹു ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനോട് തുല്യരായ ഒരാളുമില്ല, വാക്കിലില്ല, ആ നാമത്തിലില്ല, ആ സിഫത്തിലില്ല. അള്ളാന്റെ ദാത്തിലോ സിഫത്തിലോ അസ്മായിലോ ഒരു കാര്യത്തിലും പടച്ച റബ്ബിനോട് തുല്യതയുള്ള ഒരാളും ഇല്ല. പരിശുദ്ധമായ ദീൻ, മഹാനായ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്ന ദൈവസങ്കല്പം അത് ഹക്കാണ്, അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അഹ്ലുകാരാവാൻ, ഖുർആനിന്റെ അഹ്ലുകാരാവാൻ പടച്ച റബ്ബ് നമുക്ക് ഭാഗ്യം തന്നു. പടച്ച റബ്ബ് അത് നിലനിർത്തട്ടെ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, രാജാതിരാജനായ റബ്ബിന് ശുക്റുണ്ടാവണം. ഏത് വലിയ നിഷേധികൾ പടച്ച റബ്ബിന് എതിരായാലും നിഷേധിച്ചാലും അല്ലാഹു ഗനിയുൻ ഹമീദ്, പടച്ചവൻ അതിനും അപ്പുറത്താണ്. എല്ലാവരും കൂടെ പടച്ചവനെ നിഷേധിച്ചാലും അല്ലാഹു അതിനപ്പുറത്താണ്. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോ ഇവിടെ സൂറത്തുൽ ലുഖ്മാനിൽ ബഹുമാനപ്പെട്ടവരെ പരിചയപ്പെടുത്തുമ്പോൾ ഇനി നമ്മൾ പറയാം, നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ തത്വം, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഒരുപാട് തത്വജ്ഞാനങ്ങളുണ്ട്. അത് ഒരു ദിവസം 10 ദിവസം 100 ദിവസം വഅദ് പറഞ്ഞാലും തീരൂല. ഖുർആനിലൂടെ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് പാഠം പഠിക്കാൻ നമുക്ക് പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം അനിഷ്കുറില്ലാഹ്, അള്ളാഹ്ക്ക് എന്ത് ചെയ്യണം? ശുക്റുണ്ടാവണം. അള്ളാഹു ശാക്കിരീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലേ? അള്ളാഹ്ക്ക് ശുക്റുണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ഉലമാ പറയുന്നു, ശുക്റുണ്ടാവണം. ശുക്റുണ്ടായാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒന്ന് അന്നഹു ഇത്തിസാഫും ബിസിഫത്തിൻ മിൻ സിഫാത്തിൽ മൗലാ ജല്ല വഅല അല്ലതി യുഹിബ്ബുഹാ വയർളാഹാ വയുസീബു അലൈഹാ വയുഹിബ്ബുഹാ ലിഇബാദി. ശക്കൂറാവുക, പടച്ച റബ്ബിന് നന്ദിയുള്ളവനാവുക എന്നത് അള്ളാന്റെ ഒരു സിഫത്താണ്. ഇന്നല്ലാഹ ഗഫൂറുൻ ശക്കൂർ. അള്ളാഹു ആരാണ്? അള്ളാഹു ശക്കൂറാണ്. ഖുർആൻ പറഞ്ഞു. എങ്ങനെ നമ്മൾ ശാക്കിരീങ്ങളായാൽ അതിന്റെ ഒന്നാമത്തെ ഗുണം അള്ളാന്റെ സിഫത്തിൽപ്പെട്ട ഒരു സിഫത്തിനോട് ചേർന്ന് വന്നതാണ്. അള്ളാന്റെ സ്വഭാവത്തിൽപ്പെട്ട ഒരു സ്വഭാവത്തോട് ചേർന്നു. നമ്മളിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നിട്ട് പറഞ്ഞല്ലേ, ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനാവാനുണ്ടായ കാരണം പറഞ്ഞില്ലേ? സിദ്ദീഖ് തങ്ങൾ അള്ളാന്റെ സ്വഭാവങ്ങൾ ഉള്ള ആളായിരുന്നു. ആര്? സിദ്ദീഖ് തങ്ങൾ. ക്ഷമ, സബർ ഒക്കെ പലതും നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ശക്കൂർ എന്നത് പടച്ച റബ്ബിന്റെ ഒരു സിഫത്താണ്. അള്ളാഹു നന്ദിയുള്ളവനാണ്. അവന്റെ അടിമകൾ നന്ദിയുള്ളവരാവുക അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹു തൃപ്തിപ്പെടുന്ന, പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ്, ഒരു സിഫത്താണ് എന്ത്? ശുക്ർ എന്ന് പറഞ്ഞാൽ. അള്ളാഹ് ശക്കൂറാണ്. അപ്പോൾ അള്ളാഹിന്റെ ആ ഒരു നാമത്തോട്, ആ ഒരു സിഫത്തിനോട് ചേർന്ന് വരുന്നു എന്നതാണ് ശാക്കിരീങ്ങളുടെ ഒന്നാമത്തെ നേട്ടം. 2,
അന്നഹു സബബുൻ ലിന്നജാത്തി മിൻ അദാബില്ലാഹ്, അള്ളാഹിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷക്കുള്ള കാരണമാണ്. ഖുർആൻ പറഞ്ഞു സൂറത്തുൻ നിസാ 147 ആയത്ത്, മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശക്കർതും വആമൻതും വകാനല്ലാഹു ശാക്കിറൻ അലീമാ. അല്ലാഹു ശാക്കിറാണ്, അല്ലാഹു അലീമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും, അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കൂല. അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കൂല എപ്പോ? ഇൻ ശക്കർതും, നിങ്ങൾക്ക് മനസ്സിലായില്ല. എങ്ങനെ നമ്മൾ നന്ദിയുള്ളവരാകുക. ചിലപ്പോൾ നമ്മൾ തെറ്റൊക്കെ ചെയ്യുന്നുണ്ടാവും. ബഹുമാനപ്പെട്ട ശൈഖുന നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ത്വരീഖത്തിന്റെ വഴി ഷാദുലി ത്വരീഖത്തിന്റെ വഴിയാണ്. ഖാദിരിയത്തിന്റെ ഒരു വഴി തന്നെ ഷാദുലിയത്താണ്, ഷാദുലി ത്വരീഖത്തിന്റെ വഴിയാണ്. അതിലെ പ്രധാനപ്പെട്ട ഇമാം അബുൽ ഹസൻ ഷാദുലി തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ശുക്റുണ്ടാവുക എന്നുള്ളതാണ്. ചില ത്വരീഖത്തുകൾ സ്വബറാണ്. നമ്മെ സംബന്ധിച്ച് സാധാരണക്കാർക്കൊന്നും ചിലപ്പോൾ താങ്ങാൻ കഴിയൂല അല്ലെ. വലിയ പരീക്ഷണമൊക്കെ തന്ന് ക്ഷമിക്കുക, അത് സ്വബറിന്റെ വഴി, അത് കുറച്ചും കൂടെ ഉയർന്ന വഴിയാണ്. ഇത് താന്നതാന്നല്ല, പക്ഷേ ശുക്രന്റെ വഴിക്കും പോകാം, സ്വബറിന്റെ വഴിക്കും പോകാം. നമുക്കൊക്കെ ഉള്ള എളുപ്പമുള്ള വഴിയാണ് എന്ത്? ശുക്രന്റെ വഴിക്ക് പോകാം. നല്ലോണം ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയാം. ശുക്രന്റെ വഴി ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ, എപ്പോഴും ശുക്രന്റെ അൽഹംദുലില്ലാ അതുപോലെ ഉണ്ടാവാം. നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിലും എന്താണ് അൽഹംദുലില്ലാ, വേദന വന്നാലും അൽഹംദുലില്ലാ, രോഗം വന്നാലും അത് അല്ലാഹു നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ നമ്മൾ അറിയുന്ന രീതിയാണല്ലോ. മഹാന്മാരെക്കുറിച്ച് നമ്മൾ കുറേ കിതാബുകളിൽ വായിക്കും, പറയും, കേൾക്കും. ചില മഹാന്മാരെ നമ്മൾ കാണും. ശൈഖുന ബഹുമാനപ്പെട്ടവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും അൽഹംദുലില്ലാ, ഏത് സമയത്തും അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ടവർക്ക് ശക്തമായ വേദന ഉള്ള രോഗം വന്നപ്പോൾ കാണാൻ ചെന്നപ്പോഴും അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഇതന്നെ പറയാൻ പറ്റും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ശാക്രിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇതാണ് ആ ശുക്റുണ്ടോ എന്നാൽ അല്ലാഹു ശിക്ഷിക്കൂല, പടച്ച റബ്ബ് ശിക്ഷിക്കൂല. നമുക്ക് നല്ലതുണ്ടായപ്പോഴും ശുക്റുണ്ട്, വേദന വന്നപ്പോഴും ചീത്തതുണ്ടായപ്പോഴും എപ്പോഴും ശുക്റുണ്ട്, അല്ലാഹു ശിക്ഷിക്കൂല. 3 അന്നഹു സബബുൻ ലിനൈലിൽ ജസാഇൽ അദീം മിനല്ലാഹി തആല, പടച്ച റബ്ബിൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടാൻ കാരണമാകും, വലിയ ജസാ കിട്ടാൻ കാരണമാണ് ശുക്ർ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വസനജ്സി ശാകിരീൻ, അല്ലാഹ് പറഞ്ഞു നാം ജസാ കൊടുക്കുക, വലിയ പ്രതിഫലം കൊടുക്കുക അശാകിരീൻ, നന്ദിയുള്ള ആളുകൾക്കാണ്. അപ്പൊ ശുക്റിന്റെ ഫായിദ, 3ാമത്തെ ഫായിദ, നേട്ടം, അല്ലാഹു നൽകുന്ന വലിയ ജസാ, വലിയ പ്രതിഫലം. സൂറത്ത് ആല ഇമ്രാൻ 148. 4 അന്നഹു ഇസ്തിജാബത്തുൻ ലില്ലാഹി തആല വംതിസാലുൻ ലിഅംരിഹി ഫഹുവ അല്ലദീ അമറ ഇബാദഹു ബിശുക്രി. അത് ശുക്ർ ചെയ്താൽ ശാക്കിരീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉത്തരം നൽകിയവരാണ് അല്ലെ. അല്ലാഹു ശുക്ർ ചെയ്യാൻ പറഞ്ഞു, മനസ്സിലായില്ല? അല്ലാഹു ശുക്ർ ചെയ്യാൻ പറഞ്ഞു, അപ്പൊ ശുക്ർ ചെയ്തു. അപ്പൊ അള്ളാന്റെ കൽപ്പന അംഗീകരിച്ചു, അള്ളാഹ്ക്ക് ഉത്തരം ചെയ്തവരാ. അപ്പോൾ അള്ളാഹു ഉത്തരം ചെയ്യും, അപ്പോൾ പടച്ച റബ്ബ് നമുക്ക് ഉത്തരം ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 5ാമത്തത് അന്നഹു സബബുൻ ലിഹിഫ്ദിൻ നിഅമി വസിയാദതിഹാ, അല്ലാഹ് ചെയ്തെന്ന നിഅമത്ത് നിലനിൽക്കാനും വർദ്ധിക്കാനും. അത് ശുക്റുണ്ടായാല് അല്ലേ, ശുക്റുണ്ടായാല് പിന്നെ ബർക്കത്തുണ്ടാകും, ശുക്റുണ്ടായാല് വർധനവുണ്ടാകും, ശുക്റുണ്ടായാല് ഉള്ള നിയമത്ത് നിലനിൽക്കും. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വഇൽ തഅസ്സന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ശദീദ്. ചില ആളുകൾ അങ്ങനെ പൊറുതിയേട് അല്ലേ, അതുണ്ടാവും. മുഅ്മിന്റെ സ്വഭാവം ആവരുത്. എന്തൊക്കെയാ വർത്താനം എന്ന് ചോദിച്ചാൽ പിന്നെ രണ്ടാമതായോട് വർത്താനം ചോദിക്കൂല. ചില ആളുകൾ അങ്ങനെ ഇങ്ങോട്ട് പറയും അല്ലേ. ചില ആളുകളോടെ നമ്മളിങ്ങനെ തരാൻ പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും എന്തൊക്കെ വർത്താനം, പിന്നെ ഞാളെ കാണുമ്പോൾ ഇനി വർത്താനം ചോദിക്കൂല. കാരണം എന്താ, ഒരു വട്ടം ചോദിക്കുന്നല്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞു പൊന്നാരം മൊഴിയരെ എന്ന് പറയണ്ടാടല്ലത് ഇങ്ങോട്ട് പറയും ഇനിയിപ്പോൾ. അപ്പം എന്നാ പിന്നെ മൊഴിയത്തെ പിന്നെ ഞാൻ പോട്ടെ നിങ്ങൾ ഇതൊന്ന് കേട്ടിങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ. ഞാൻ പറഞ്ഞത് അങ്ങനല്ല, ഞാനതൊക്കെ ഈ കാളമ്പാടി ഉസ്താദിൻ്റെ ഒരു ശൈലിയാണത്, അതുകൊണ്ട് അങ്ങനെ പറയാം. എന്ത് പറഞ്ഞാലും മൊഴിയരെ അറിയും.
എന്ന് പറഞ്ഞാൽ എന്നോടൊക്കെ വന്നിട്ട് ഓരോരുത്തർ പലത് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ അർത്ഥം അത് ദ്വരക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയണതാണ്. അതൊക്കെ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. ദ്വരക്കാൻ ഇഖ്ലാസ് അതിനൊക്കെ വേണ്ടി പറയാം. ഒരു പറച്ചിലൊരു കാര്യം ഉണ്ടാവണം. പറച്ചിലിന് എന്തുണ്ടാവണം? ഒരു കാര്യം ഉണ്ടാവണം. നമ്മൾ സൃഷ്ടികളോട് ഒരു ആവലാതി ഒരു പരാതി പറയുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം. ഒരു ഗുണമില്ലാതെ ഈ ആളിനെ അടങ്ങറാക്കിയിട്ട് നമ്മളോടൊക്കെ വന്ന് പറഞ്ഞോളി, അത് പറയണമെന്നല്ല, ദ്വരപ്പിക്കാനൊക്കെ ഒന്ന് പറയാം, അതൊക്കെ നല്ലതാണ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, വെറുതെ നമ്മളൊരാൾ വർത്താനം ചോദിച്ചു കുടുങ്ങിയതാണ്. പിന്നെ മൂപ്പർക്ക് ഇതിങ്ങനെ അടങ്ങറ് ഇങ്ങനെ പറയുന്നു, ഒരു വർക്കത്തില്ല, ഒരു ഗുണമില്ല, അതങ്ങനെയായി, ഒരു കച്ചവടം തുടങ്ങിയപ്പോൾ അതങ്ങനെ അതിങ്ങനെയായി. പിന്നെ അത് മാത്രമല്ല, അതിങ്ങനെ ഇങ്ങനെ അള്ളാഹിനോടൊരു നന്ദിയില്ലാതെ, അള്ളാഹിനോട് യാതൊരു ശുക്റും ഇല്ലാതെ ഈ ഇടങ്ങറന്നെ, അപ്പോൾ പടച്ച റബ്ബ് ആ ഇടങ്ങർ മാറ്റി കൊടുക്കൂല. എന്നാലോ ഇടങ്ങറൊക്കെ ഉണ്ടായാലും ഇത് അള്ളാഹ് ഇത്രല്ലേ തന്നുള്ളൂ, എന്നെക്കാൾ പരായി ഇടങ്ങറായി ജീവിക്കണ എത്ര ആൾക്കാരുണ്ട് അല്ലേ? നമ്മൾ അങ്ങനെ ആലോചിക്കാം. അപ്പോൾ അൽഹംദുലില്ലാഹ് ഓരോ നിയമത്ത് നമുക്ക് അള്ളാഹ് തന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഇങ്ങനെ നീക്കി നടക്കുന്നില്ലേ അല്ലേ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മൾ ചിന്തിക്കണം. ഡോക്ടർ പറഞ്ഞു പിന്നെ ഇറച്ചി മീനൊന്നും കൂട്ടരുത്, ഇറച്ചി മീനൊന്നും കൂട്ടരുത്. ഒന്നാരം മുതലേറെ ഒരു പറക്കുമ്പോൾ ഒരു തുള്ളി ആ ചാറ് കൂട്ടിയിട്ടില്ലെങ്കിലും അല്ലേ, ആ പെണ്ണുങ്ങളുണ്ടാക്കിയ മണങ്ങനെ വരും, നമുക്കത് കൂട്ടാൻ പറ്റൂല. മധുരം കഴിക്കാൻ പറ്റൂല, ചായയിൽ മധുരിടാൻ പറ്റൂല, ഇങ്ങനെ കുറേ നിയമങ്ങൾ. പിന്നെ ഇപ്പോൾ അത് എന്താ തിന്നാൻ പറ്റും? ഉപ്പിടാത്ത ലേശം കഞ്ഞി, അതപ്പോൾ നോമ്പുറക്കുമ്പോൾ കൂട്ടാനും പറ്റൂല. അപ്പോഴും ചിന്തിക്കണം, അൽഹംദുലില്ലാഹ് ഈ ഉപ്പിടാത്ത കഞ്ഞി അതിൻ്റെ വിറ്റാമിനുകളും ചിന്തിച്ചു നോക്കാണ്. ആ ഉപ്പിടാത്ത കഞ്ഞി കുടിക്കാൻ അള്ളാഹു നമുക്ക് അവസരം തന്നല്ലോ, അതാണ് ചിന്തിക്കേണ്ടത്. അതും തിന്നാനും വായെ കൂടെ രുചി അറിയാതെ കഴുത്തിന് ഓട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പൈപ്പിട്ടിട്ട് പിന്നെ വെള്ളം പാർന്നു നടക്കുന്ന രോഗികളുടെ ആശുപത്രി പോയാൽ കാണൂലേ? അങ്ങനെ നമുക്ക് തന്നിട്ടല്ലോ. അപ്പം അങ്ങനെ ചിന്തിക്കാം. ഇനി അങ്ങനെ തന്നാൽ അതിനും അപ്പുറമുള്ള ആളുകൾ ഉണ്ടാവും. എങ്ങനെ നോക്കിയാലും അള്ളാഹ്ക്ക് ശുക്ർ ബാക്കിയായിരിക്കും. നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാൽ അൽഹംദുലില്ലാഹ് അങ്ങനെ ആയി കിട്ടിയാലോ, അങ്ങനെ നീച്ചടക്കാനായി കിട്ടിയാലോ, അങ്ങനെ അൽഹംദുലില്ലാഹ്. ആ ഒരു ബോധമാണ് മുഅ്മിന് ഉണ്ടാവേണ്ടത്. ആ ഒരു സന്തോഷം മുഖത്തും പെരുമാറ്റത്തിൽ വർത്താനം ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് നല്ലതാണ്. ഇതായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ സ്വഭാവങ്ങൾ അത് പലപ്പോഴും അങ്ങനെ ഇടങ്ങറി നമുക്ക് താങ്ങാൻ കഴിയൂല. അതുകൊണ്ടാണ് ഇത് കുറ്റമല്ല, നമ്മളൊരു കുറ്റമല്ല. പക്ഷേ നമുക്ക് അള്ളാഹു ഈമാൻ തരട്ടെ. ശുക്റുള്ള ശാക്കരിങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശുക്റുണ്ടായാൽ പടച്ച അധികരിപ്പിച്ചു തരും. നിഅമത്ത് നിലനിർത്തും. മൂന്ന് നേട്ടമാണ്. നേട്ടം നിഅമത്തിൽ 3 നേട്ടം. ഒന്നുള്ള നിഅമത്ത് നിലനിർത്തും, 2 അത് അധികരിപ്പിച്ചു തരും, 3 ബർക്കത്തും തരും. 6ാമത്തെ കാര്യം, അത് ബുദ്ധിയുള്ള ആളുകളുടെ അടയാളമാണ്. ശുക്ർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകളുടെ അടയാളം. ഖുർആൻ പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. അത് ബുദ്ധിയുള്ള ആളുകളുടെ അടയാളമാണ്. ബുദ്ധിയുള്ള ആളുകൾക്ക് അല്ലേ, ബുദ്ധിമാന്മാരുടെ 2 അടയാളമാണ്. ഒന്ന് സബൂറാവുക, ഒന്ന് ശക്കൂറാവുക. ക്ഷമയുള്ള ആളാവുക, അത് ബുദ്ധിയുള്ള ആളുകൾക്ക് ക്ഷമിക്കാൻ കഴിയുള്ളൂ. എടുത്തുചാട്ടം, ചാടിപ്പടഞ്ഞ് പറയല്, അത് ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണമല്ല. നന്ദി ശുക്രുള്ളവനാവുക, അത് ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണമാണ്. സബർ ഉണ്ടാവുക ബുദ്ധിയുള്ള ആളുടെ ലക്ഷണമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ 7 അന്ന ശാക്കിറ ഇന്നമാ യശ്കുറു നഫ്സി അല്ലേ, അത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം. ഒമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു നഫ്സി. ശുക്രുണ്ടായാൽ അത് അവനക്ക് തന്നെ ഗുണം, അള്ളാഹ്ക്കല്ല. ശുക്രുണ്ടായാൽ സ്വന്തത്തിനാ ഗുണം. 7. 8 ശക്കറ ഇൻ ശക്കറന്നാസ. ഒരാള് പിന്നെ അള്ളാഹ്ക്കല്ല, ഒരാൾ ജനങ്ങൾക്ക് ശുക്ർ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് യഅ്തബിറു ശുക്റൻ ലില്ലാഹ്. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യശ്കുറുല്ലാഹ മൻ ലാ യശ്കുറുന്നാസ്. ജനങ്ങളോട് നന്ദില്ലാത്തവൻ അള്ളാഹിനോട് നന്ദിയുള്ളവനല്ല. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹ്ക്ക് നന്ദി ചെയ്യാൻ കഴിയൂല. ചില ആളുകൾ ഇങ്ങനെ നിസ്കാരവും നിലവാരവും ഒക്കെ ഉണ്ട്, നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ജനങ്ങളോട് നന്ദിയില്ലാത്തവനാണ്. ആ സ്വഭാവം ശുക്റില്ലാത്തൊരു മനസ്സാണ്. എന്നാൽ അവൻ അള്ളാഹ്ക്കും നന്ദി കാണിക്കാത്തത്. നിസ്കരിച്ചതുകൊണ്ട് മാത്രം അള്ളാഹ്ക്ക് ശാക്കിറാവില്ലല്ലോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ജനങ്ങൾക്ക് നന്ദി ചെയ്യുക എന്ന സ്വഭാവം തന്നെ അള്ളാഹ്ക്ക് നന്ദിയുടെ വഴിയായി മാറും. 9 അന്നഹു ഇത്തിബാഉൻ ലിസബീലിൽ മുർസലീൻ.
അത് അംബിയാ മുർസലീങ്ങളുടെ വഴിയാണ്, അംബിയാ മുർസലീങ്ങളുടെ വഴിയാണ്. മാത്രമല്ല അത് റികാബു ശാകിരീന മിനൽ അംബിയാഇ വസ്സാലിഹീൻ. ശുക്രന്റെ വഴി എന്ന് പറഞ്ഞാൽ അംബിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും വഴിയാണ്. 10 അന്നഹു അമറ യർലാഹുല്ലാഹു വയർലാ അൻ അഹ്ലിഹി. ഖുർആൻ പറഞ്ഞു വഇൻ തശ്കുറു യർലഉ ലക്കും. ശുക്രുണ്ടായാൽ അള്ളാന്റെ തൃപ്തിയും അതേപോലെ മറ്റുള്ളവരുടെ തൃപ്തിയും പടപ്പുകളുടെ തൃപ്തിയും അള്ളാന്റെ റിളയും അല്ലേ. നന്ദിയുള്ള ആളുകളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടാവും. ഓ നന്ദിയുള്ളവനാട്ടോ, ഓനെ ആള് നല്ലോനാ, നന്ദിയുള്ളവനാ. ജനങ്ങൾക്ക് തൃപ്തി ഉണ്ടാവും, അള്ളാഹ്ക്കും തൃപ്തി ഉണ്ടാവും. അപ്പൊ അള്ളാന്റെ തൃപ്തിയും ജനങ്ങളുടെ തൃപ്തിയും കരസ്ഥമാക്കാൻ കാരണമാകും. പിന്നെയോ ശൈത്താന് എതിരാണ്. അന്നഹു തുഹിദ്ദു ലിശ്ശൈത്വാൻ വഇഖ്ദാഉ ലഹു. അത് ശൈത്താനെ തകർക്കുന്നതാണ്, ശൈത്താനെ നിന്ദിക്കുന്നതാണ്, ശൈത്താന്റെ കുതന്ത്രങ്ങളെ പൊളിക്കുന്നതാണ്. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു അല്ലേ, പടച്ചോനും ശൈത്താനും തമ്മിലുള്ള വർത്താനം പരിചയപ്പെടുത്തി ഖുർആൻ. ശൈത്താൻ പറഞ്ഞു അല്ലാഹുവോട് വബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം സുമ്മ ലആതിയന്നഹും മിൻ ബൈനി അയ്ദിഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം. ശൈത്താൻ പറഞ്ഞല്ലോ ഞാൻ മനുഷ്യന്മാരെ മുമ്പൊന്നും പിന്നൊന്നും വലത്തുനിന്നും ഇടത്തുനിന്നും പിടികൂടും. എങ്ങനെ പറഞ്ഞു? ഞാനേ ഈ മനുഷ്യൻ കാരണം ഞാൻ അടങ്ങറായി അല്ലേ. ആദം നബി അലൈഹി സ്വലാം കാരണം ശൈത്താൻ കുടുങ്ങി, ശൈത്താൻ ലഹീനായി. പടച്ചവനോട് പറഞ്ഞു, അള്ളഹാനോട് ഒരു വർത്തമാനം പറഞ്ഞു പോരാ, ഇവൻ കാരണം ഞാൻ അടങ്ങറായത് പടച്ചവനെ, അതുകൊണ്ട് ഇവനെയും എൻ്റെ ആൾക്കാരെ ഞാൻ വെറുതെ വിടൂല. തുമ്മലാത്തിയന്നവും മിമ്പൈനി ഐതിയും ഓൻ്റെ മുമ്പൊന്നും പിടിക്കും. പിന്നെ പറയും ആ വർത്താനം അങ്ങനെ തന്നെ അല്ലേ, ഞാൻ ഓനെ വെറുതെ വിടൂല, ഓനും വിടൂല, ഓൻ്റെ പിറ്റേക്കാരും ഓലും വിടൂല, ആരും വിടൂല, മുമ്പൊന്നും വിടൂല, പിന്നൊന്നും വിടൂല, വലത്തൊന്നും വിടൂല, ഇടത്തൊന്നും വിടൂല, എല്ലാ വാസനയും കൊടുക്കുന്നു. വലാ തജിദു അക്സറഹും ശാകിരീൻ, വലാ തജിദു അക്സറഹും ശാകിരീൻ, വലാ തജിദു അക്സറഹും. പക്ഷേ അവരിൽ അധികം ആളുകളും ശാക്കിര്യങ്ങളായ ആളുകൾ അവരെ എത്തിക്കൂല എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ മഹാന്മാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ശുക്ർ എന്ന സ്വഭാവം അത് ശൈത്താന്, ആ ശുക്ർ എന്ന സ്വഭാവമുള്ള ആളെ ആർക്ക് പിടിക്കാൻ കഴിയൂല? ശൈത്താന് പിടികൂടാൻ കഴിയൂല. ശൈത്താന് ആ ശാക്കിര്യങ്ങളെ എന്ത് ചെയ്യാൻ കഴിയില്ല? പിടികൂടാൻ കഴിയില്ല എന്ന് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു. അപ്പൊ ശുക്ർ ശൈത്താൻ എതിരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അന്ന് പറഞ്ഞല്ലോ, അന്ന് മലക്കുകൾ പടച്ചോനെ ഈ പാവം മനുഷ്യന്മാർ ഈ ശൈത്താൻ ഇപ്പം എന്തേറ്റ് പറഞ്ഞു, അവരെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലത്തുനിന്നും ഇടത്തുനിന്നും പിടികൂടുന്നു പറഞ്ഞാൽ എങ്ങനെ മനുഷ്യന്മാർ രക്ഷപ്പെടുക? മലായിക്കത്ത് മലക്കുകൾ, കാരണം അവർക്ക് വലിയ അടങ്ങറുണ്ട്. ഈ ആദം നബി അലൈഹി സ്വലാമിനെയും മക്കളെയും മനുഷ്യരെ അവരുടെ ശത്രു ശൈത്താന് 4 പാടും പിടികൂടും എന്ന് പറഞ്ഞിട്ട് ഇനി എങ്ങനെ മനുഷ്യന്മാർ രക്ഷപ്പെടുക എന്ന് ചോദിച്ചു മഹാന്മാരായ മലക്കുകൾ. അപ്പൊ അള്ള മലക്കളോട് പറഞ്ഞു, മലക്കുകളെ 2 വഴിപ്പോ അവർക്കുണ്ട്. അവൻ പറഞ്ഞു മുമ്പൊന്നും പിന്നൊന്നും വലത്തൊന്നും അടുത്തൊന്നും പിടികൂടുന്ന പറഞ്ഞു. 2 വഴി ആ പൊട്ടൻ എന്തായിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്, അവന് വിട്ടുപോയിട്ടുണ്ട്. ഒന്ന് മുകള്, പിന്നെ താഴെ. അള്ള പറഞ്ഞു മലക്കുകളെ, എൻ്റെ മനുഷ്യരായ അടിമകൾ എന്നിലേക്ക് അവരുടെ കുതിക്ക് 4 ഇവര് വട്ടളഞ്ഞിക്കാണ്. ആര്? ശൈത്താന്മാര് 4 ഭാഗത്തും രക്ഷപ്പെടാൻ കഴിയാതെ 4 ഭാഗത്തും ശൈത്താൻ വട്ടളഞ്ഞാലും രക്ഷപ്പെടാൻ 2 വഴിയുണ്ട്. മേപ്പെട്ടും പോകാം, കീഴ്പ്പെട്ടും പോകാം. മലക്കുകളെ, എൻ്റെ അടിമകൾ മനുഷ്യർ എന്നിലേക്ക് മുകളിലേക്ക് ദുആയിലൂടെ അവർക്ക് മുകളിലൂടെ എന്ത് ചെയ്യാം? രക്ഷപ്പെടാം. സുജൂദ് ചെയ്തിട്ട് എങ്ങനെ രക്ഷപ്പെടാം? താഴത്ത് കൂടി രക്ഷപ്പെടാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ മലക്കൾക്ക് സമാധാനമായി, അങ്ങനെ വഴിയുണ്ടല്ലോ. അതുകൊണ്ടാണ് സുജൂദ് കണ്ടാൽ ശൈത്താന് ഓടുന്നാണ്. അല്ലാത്ത ഓട്ടം, ബാങ്ക് കേട്ടാൽ ഓടുന്ന ഒരു ഓട്ടമുണ്ട് ശൈത്താന് അല്ലേ? ഒന്ന് മുറിഞ്ഞ ഓട്ടം അല്ലേ മുസ്ലിം പറഞ്ഞല്ലോ. ആ ഓട്ടം അതേപോലെ കരഞ്ഞോടും, തേങ്ങിക്കരഞ്ഞു ഓടും ശൈത്താൻ. എപ്പോ? നമ്മൾ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ. കാരണം സുജൂദ് എന്ന് പറഞ്ഞാൽ ഓൻ പറയും, ഈ സുജൂദ് കാരണമാണ് ഞാൻ കുടുങ്ങിയത്, എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ സുജൂദ് ചെയ്തില്ലല്ലോ.
പക്ഷേ ആദമിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, സുജൂദ് ചെയ്തു. മനുഷ്യൻ സുജൂദ് ചെയ്ത് രക്ഷപ്പെട്ടു, ഞാൻ സുജൂദ് ചെയ്യാതെ കുടുങ്ങും ചെയ്തു. അപ്പൊ സുജൂദിന് കണ്ടാൽ ഞാൻ ഈ സുജൂദ് കാരണം ഞാൻ തകർന്നത്, അവൻ നിലവിളിച്ചോടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശുക്ർ നോക്കണേ. ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ശൈത്താനെതിരെയുള്ള വലിയൊരു ആയുധം കൂടിയാണ്. പിന്നെയോ ശുക്ർ എന്ന് പറഞ്ഞാൽ ഈമാന്റെ പകുതിയാണ്. മഹാന്മാര് പറയുന്നുണ്ട്, അൽ ഈമാനു നിസ്ഫാനി, നിസ്ഫുൻ സബർ വ നിസ്ഫുൻ ശുക്ർ. ഈമാന്റെ പകുതിയാണ് ശുക്ർ, സബർ ഈമാന്റെ പകുതിയാണ്. അപ്പൊ മറ്റേ പകുതിയോ അത് ശുക്റാണ്. അസ്സബറു നിസ്ഫുൽ ഈമാൻ എന്ന് പറഞ്ഞില്ലേ, ഇത് പറയും. അസ്സബറു നിസ്ഫുൽ ഈമാൻ, ഈമാന്റെ പകുതിയാണ് എന്ത്? സബർ സമാന്ന് മുത്തനബി പറഞ്ഞു. അപ്പൊ ബാക്കി പകുതിയോ അത് ശുക്റാണ് എന്ന്. അപ്പോൾ ഈമാന്റെ പകുതി കിട്ടിയവരാണ് ശാക്കിരീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരുപാട് ശുക്റിന്റെ നിഅമത്തുകൾ, നേട്ടങ്ങൾ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. മഹാനായ സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞു, മോനെ ഊസീക ബിഖംസി ഖിസാൽ, 5 കാര്യങ്ങൾ ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യട്ടെ. 5 കാര്യങ്ങൾ ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യട്ടെ. ഫീഹാ ഇൽമുൽ അവ്വലീന വൽ ആഖിരീൻ, അതിൽ ആദ്യക്കാരുടെയും അവസാനക്കാരുടെയും ഇൽമ് അതിലുണ്ട്, കഴിഞ്ഞു പോയവരുടെയും വരാൻ പോകുന്നവരുടെയും. അവ്വലീങ്ങളുടെയും ആഖിരീങ്ങളുടെയും ഇൽമ് അതിലുണ്ട്. അങ്ങനത്തെ 5 വസിയത്തുകൾ ഞാൻ നിന്നോട് പറയാം. ഒന്ന് അവ്വലുഹാ അല്ലാ തശ്ഗല നഫ്സക ബിദ്ദുനിയ ഇല്ലാ ബിഖദ്രി മാ ബഖാ മിൻ ഉംരിക. നീ ദുനിയാവിൽ അധ്വാനിക്കേണ്ടത് നിന്റെ ആയുസ് ഇനി എത്ര ബാക്കിയുണ്ട് നോക്കിയിട്ടാണ്. ദുനിയാവിൽ ഇങ്ങനെ അധ്വാനിക്കാം മോനെ, നീ ദുനിയാവിൽ അധ്വാനിക്കണ്ട. അധ്വാനിക്കുമ്പോൾ ആദ്യമൊന്ന് നോക്കണം. എന്ത് നോക്കണം? നിന്റെ ആയുസ്സിൽ ഇനി എത്ര, അതിനല്ലേ നീ അധ്വാനിക്കണ്ടുള്ളൂ അല്ലേ? നോക്കണേ മോനെ, നീ ദുനിയാവിൽ എത്ര ജീവിക്കും അതിനുള്ളതാണ് നീ അധ്വാനിക്കേണ്ടത്. എത്ര ജീവിക്കാം? എന്തായാലും മറുപടി, എത്ര ജീവിക്കാം? നമ്മൾ പറയും നമുക്ക് എന്തോ ഉറപ്പാണല്ലേ. കാശ് നിട്ട പറഞ്ഞ മാതിരി എൻ്റെ വല്യപ്പ 92 വയസ്സ് കഴിഞ്ഞിട്ടാണ് മരിച്ചതെന്ന് നമ്മൾ മരിക്കണതിന് തെളിവല്ലല്ലോ. നമുക്കിഞ്ഞ് ഇപ്പോൾ പിന്നെ എത്ര വയസ്സായിക്കണത്? ഇപ്പോൾ എനിക്ക് വയസ്സ് 40 എത്രയാണ്, അല്ലെങ്കിൽ 50 ആണ്, അല്ലെങ്കിൽ 60 ആണ്. എന്നാലും ഇപ്പം ഞാൻ 65 കഴിഞ്ഞാലും 75, 85, 92 അല്ലേ എന്ന് പറഞ്ഞാൽ 30 28 വയസ്സ് ഇനിയുണ്ട്. 28 കൊല്ലമൊക്കെ ഇനിയല്ലോ വലിയ പറയാൻ പറ്റുമോ? അള്ളാഹു കാത്തിരി. അപ്പോൾ 28 കൊല്ലത്തേക്ക് ഇപ്പോൾ എത്ര ചോറ് വേണം? അതിന് വേണ്ടി അധ്വാനിക്കുക അല്ലേ? എന്തൊക്കെ വേണം? ഇതാണോ ഉദ്ദേശിച്ചത്? അല്ല, ഹിക്മത്തിന്റെ വർത്താനാണല്ലോ. ഹിക്മത്തിന്റെ വർത്താനാണ്. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ദുനിയാവിൽ നീ അധ്വാനിക്കുമ്പോൾ ആലോചിക്കണം ഇനി എത്ര കാലം ഉണ്ടാവും. ഒരു ഉറപ്പില്ല. നാളെ നേരം വെളുപ്പം ഉറപ്പില്ല. പെരുന്നാൾക്ക് കുപ്പായ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് ഇടാൻ പറ്റുമോ? ഉറപ്പില്ല. ഇതാ നമ്മുടെ അവസ്ഥ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. അത് പരിഗണിച്ചുകൊണ്ടായിരിക്കണം ദുനിയാവ്. രണ്ടാമത്തത് ആഖിറത്തിന് വേണ്ടി നീ അധ്വാനിക്കണം, പണിയെടുക്കണം. ആഖിറത്തിൽ നീ ഏത് സ്ഥാനമാണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ആഖിറത്തിൽ നിനക്ക് എവിടെ കിട്ടേണ്ടത് ചോദിക്കുമ്പോൾ അങ്ങനെ ഫിർദൗസ് വേണം അല്ലേ? അമ്പിയാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടണം, ഔലിയാക്കളോട് ഒരുമിച്ച് കൂട്ടണം, അങ്ങനെ ദോർക്കും സ്വർഗം കിട്ടണമെന്നൊക്കെ ഇങ്ങനെ പറയും. ആഖിറത്തിൽ നീ എന്താണോ എവിടെയാണോ നീ എത്തിത്തരാൻ ആഗ്രഹം അതിനനുസരിച്ചാണ് നീ അമൽ ചെയ്യേണ്ടത്. ആഖിറത്തിന് വേണ്ടി നീ അധ്വാനിക്കേണ്ടത്. അപ്പൊ നമ്മളൊക്കെ എത്ര അധ്വാനിച്ചാലും തീരുമോ അല്ലേ?
അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉള്ള ആരോഗ്യവും ആഫിയത്തും സൗകര്യവും സന്ദർഭം അനുസരിച്ച് അധ്വാനിക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇമാം ഷാഫിഈ തങ്ങൾ എല്ലാ റമദാൻ കഴിയുമ്പോഴും 60 വട്ടം ഖത്തം തീർത്തു. എന്നിട്ടും ബഹുമാനപ്പെട്ടവർക്ക് സമാധാനമില്ല. ഖബറിൽ ഇറങ്ങിയിരുന്ന് 6000 ഖത്തം ഓതിയ മഹദികൾ, എന്നിട്ടും അവർക്ക് സമാധാനമല്ല. സ്വന്തം ഖബറുണ്ടാക്കി അതിൽ കുഴിച്ച് 6000 ഖത്തം ഓതി സമാധാനം കിട്ടുന്നില്ല. 70,000 ഖത്തം ഓതി ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം, എന്നിട്ടും സമാധാനം കിട്ടുന്നില്ല. എത്രയോ നോമ്പ് നോറ്റു, എത്രയോ സ്വതക്ക കൊടുത്തു, സമാധാനം വരുന്നില്ല. എത്ര അമൽ ചെയ്താലും എന്താകുന്നില്ല. എന്നിട്ട് അതൊന്നും പോരാ എന്ന് തോന്നുകയാണ്. അതാണ് മുഅ്മിനിന്റെ സ്വഭാവം. കാരണം അവർ പരലോകത്ത് അവരാഗ്രഹിക്കുന്ന പദവി സ്ഥാനം അങ്ങനെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ദുനിയാവിൽ നീ അധ്വാനിക്കേണ്ടത്, ദുനിയാവിൽ ഇനി എത്ര ആയുസ് നിനക്കുണ്ട് എന്ന് നോക്കിയിട്ടാണ്. ആഖിറത്തിന് വേണ്ടി നീ അധ്വാനിക്കേണ്ടത്, ആഖിറത്തിൽ നിനക്ക് ഏത് പദവിയാണ് സ്ഥാനമാണ് കിട്ടേണ്ടത് എന്ന് നോക്കിയാണ്. മൂന്നാമത്തത് നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ വ്യാപൃതനാവണം. ഏതുവരെ? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഉറപ്പാവുന്നത് വരെ. കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിക്കും, പരീക്ഷയ്ക്ക് കുട്ടികൾ പഠിക്കും. ജയിക്കണം എന്ന് ആഗ്രഹമുള്ളവർ, അല്ലാത്തവർക്ക് എന്താ അല്ലേ? ജയിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങനെ പഠിച്ച് അവസാനം ബെല്ലടിക്കാണ്, പരീക്ഷ തുടങ്ങാൻ ബെല്ലടിക്കുക. അപ്പോഴും ഒരു ഇങ്ങോട്ട് മറിച്ചിട്ട് ഒന്നും കൂടി നോക്കിയിട്ട് ലാസ്റ്റ് ഒന്നുകൂടി നോക്കിയിട്ട് എന്നാണ് ലാസ്റ്റ് ആ നിമിഷം വരെ ഒരു നോട്ടുണ്ട് അല്ലേ? കാരണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു നോട്ടാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ അധ്വാനിക്കേണ്ടത് എങ്ങനെയാണ്? ഏതുവരെ അധ്വാനിക്കണം? നരകത്തുനിന്നോ? അതൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഞാൻ കഴിഞ്ഞ കൊല്ലം കൊപ്പത്ത് റമദാനിലെ അവസാനത്തെ 10 27 രാവിലെ, അവസാനത്തെ 10 പറഞ്ഞ ഏതാ? ഇസുക്കുമെന്നാർ നരകമോചനത്തിന്റെ 10 ദിവസങ്ങളാണ് അവസാനത്തെ 10. അന്ന് 27 രാവ്, അന്ന് രാത്രി ആ പള്ളിക്ക് പോയിരുന്നിട്ട് ഞങ്ങൾ തൗബ ചെയ്ത് കരഞ്ഞ് ദ്വയർന്ന് നരകത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ദ്വയർന്നിട്ടില്ല. അപ്പോൾ നരകത്തു നിന്നൊക്കെ നമ്മൾ എന്താക്കണോ? അതൊക്കെ 2 കൊല്ലം മുമ്പ് അതൊക്കെ റെഡിയാക്കി വെച്ചു. നരകത്തു നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊള്ളു. ഇനിയിപ്പോൾ ഒന്നും പ്രശ്നമില്ല. സമാധാനിക്കാൻ പറ്റുമോ? അത് അവസാന നിമിഷം വരെ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ അധ്വാനിക്കേണ്ടത് ഏതുവരെ അധ്വാനിക്കണം? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അധ്വാനിക്കണം. ഏതുവരെ? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ഉറപ്പാവുന്നത് വരെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്ന് പറഞ്ഞാൽ മരണം വരെ എന്നർത്ഥം. മരണം അപ്പോഴാണ് നമുക്ക് ഉറപ്പാകുക. മരിക്കുമ്പോൾ അല്ലാതെ മഹ്ശർ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് സ്വർഗ്ഗമാണോ നരകമാണോ എപ്പോൾ ഉറപ്പാവും? മരിക്കുമ്പോൾ ഉറപ്പാവും. മരിക്കുമ്പോൾ ഉറപ്പാകും നമുക്ക് സ്വർഗ്ഗമാണോ നരകമാണോ. അപ്പൊ അതുവരെ അധ്വാനിക്കണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. പിന്നെയോ നാലാമത്തെ കാര്യം നിനക്ക് പാപം ചെയ്യണം എന്തുണ്ടെങ്കിൽ പാപം ചെയ്തോ. പക്ഷേ എന്ത് വേണം? ബിഖദരി സബരിക്കാല അദാബില്ല. അള്ളാന്റെ ശിക്ഷ നിനക്ക് താങ്ങാൻ കഴിയുമെങ്കിൽ പാപം ചെയ്യണം. പാപം ചെയ്യണം, തെറ്റ് ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. മനുഷ്യന്റെ സ്വഭാവമാണ്. ശരി മോനെ, നീ തെറ്റ് ചെയ്തോ. പക്ഷെ നീ തെറ്റ് ചെയ്യുമ്പോൾ നീ ആലോചിക്കണം, ബിഖദരി സബരിക്കാല അദാബില്ല. അള്ളാന്റെ അദാബ്, ഞാൻ ചെയ്യുന്ന തെറ്റിന് ഇന്ന അദാബുണ്ട്, ഇന്ന ശിക്ഷയുണ്ട്. ഓരോ തെറ്റിനും അദാബുണ്ട്. ആ അദാബ് നിനക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയോ? പരിശോധിക്കണം. എന്നിട്ട് വേണം നീ തെറ്റ് ചെയ്യാൻ. അഞ്ചാമത്തത് വഇദാ അറത അൻ തഅസിയല്ലാഹ്, അല്ലാഹുക്കെതിരെ പാപം ചെയ്യാൻ നീ ഉദ്ദേശിച്ചാൽ ഫത്ലബ് മക്കാനൻ ലാ യറാകല്ലാഹു വ മലായികതു, അല്ലാഹും മലക്കുകളും കാണാത്ത സ്ഥലത്ത് പോയി തെറ്റ് ചെയ്തോളുണ്ടോ. തെറ്റ് ചെയ്യാൻ നീ ഉദ്ദേശിച്ചാൽ എന്ത് വേണം? ഫത്ല പോലെ എവിടെ പോയി തെറ്റ് ചെയ്യണം? തെറ്റ് ചെയ്യണം, ആരും കാണാതെ. നാട്ടുകാർ കാണരുത്, പെണ്ണുങ്ങൾ കാണരുത്, അല്ലേ? ആരും അറിയരുത്. ഇന്ന സ്ഥലത്ത് പോയിട്ട്. പക്ഷേ മോനെ, അവിടെ അള്ളയും കാണരുത്, മലക്കളും കാണരുത്. അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് നീ തെറ്റ് ചെയ്തോ, തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു മകനോട്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോന്നിക്കുന്നു കേട്ടോ. ഇതേ വർത്താനം, ഇത് ആദ്യത്തെ നല്ല അവസാനത്തെ ഈ വർത്താനം ബഹുമാനപ്പെട്ട മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
കഴിഞ്ഞ കൊല്ലാണോ അത് അതിന് മുമ്പത്തെ കൊല്ലം എനിക്ക് ഓർമ്മയില്ല. ഇബ്രാഹിമിൻ അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതും കേട്ടവരുണ്ടാവും. ഞാനിപ്പോൾ ഇതിങ്ങനെ ആരും കേൾക്കാത്ത കാര്യം പറയാന്നുള്ള ചിന്തയിൽ പറയല്ല. പക്ഷേ നമ്മൾ ഇവിടെ ഈ സദസ്സിൽ വെച്ച് നമ്മൾ മുമ്പ് പറയാത്തത് കുറേ പറയാതിരിക്കാൻ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ ആവർത്തനം വരും ചെയ്യും. ചില വിഷയങ്ങൾ പറയുമ്പോൾ ചിലത് പറഞ്ഞു തന്നെ പറയേണ്ടി വരും, അതിനെ കൂട്ടിച്ചേർക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അപ്പൊ ഇബ്രാഹിമിനും അദ്ദേഹം തങ്ങളാണെങ്കിലും ബഹുമാനപ്പെട്ടവർക്കും ഇങ്ങനെയുള്ള ഹിക്മത്തുകളൊക്കെ കിട്ടിയത് അവർക്കും മുമ്പ് കഴിഞ്ഞു പോയ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ഹിക്മത്തിന്റെ അഹ്ലുകാരിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഇന്നൽ ഹിക്മത, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ആ ഹിക്മത്ത് കൊണ്ട് 10 കാര്യങ്ങളുണ്ട്, 10 നേട്ടങ്ങളുണ്ട്. ഹിക്മത്തിന്റെ വിജ്ഞാനം കിട്ടിയാൽ 10 നേട്ടങ്ങളുണ്ട്. ഒന്ന്, തൊഹിയൽ ഖൽബൽ മയ്യിത്ത്, മയ്യിത്തായി പോയ കൽബിനെ ജീവിപ്പിക്കും ഹിക്മത്ത്. ഒരാൾക്കുള്ള ഹിക്മത്ത് തന്നാൽ, ഹിക്മത്തിന്റെ വിജ്ഞാനം പടച്ച റബ്ബ് തുറന്നു തന്നാൽ, അള്ളാഹു അവന്റെ മൗത്തായി പോയ, ഡെഡായി പോയ കൽബ് ഹയാത്താക്കും. കൽബ് മനസ്സെന്തായി കൂട്ടിപ്പോയി, മനസ്സ് കൂട്ടിപ്പോയി, അത് ഷട്ട് ഡൗൺ ആയി, അത് ഡസ്റ്റായി. അതിനെ തുറക്കാനും അതിനെ ഹയാത്താക്കാനുള്ള വഴിയാണ് ഹിക്മത്തിന്റെ വഴി, ഹക്കീമുകളുടെ വഴി എന്ന് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. പിന്നെയോ വതുജ്ലിസുൽ മിസ്കീന വതർതഖി ബിഹി മജാലിസൽ മുലൂക്, മിസ്കീന്മാരെ രാജാക്കന്മാരുടെ അവസ്ഥയിലേക്ക് ഉയർത്തും. അതാണ് ഹിക്മത്ത്. ആള് മിസ്കീനാണ്, പക്ഷേ രാജാക്കന്മാരുടെ ദർജയിലേക്ക് ഹിക്മത്ത് കിട്ടിയാൽ അവൻ ഉയരാൻ സാധിക്കും. പിന്നെയോ മൂന്നാമത്തത് വതുശ്രിഫുൽ വദിയ, തരം താഴ്ന്നവനെ ചെറുപ്പുള്ളവനാക്കും. നാലാമത്തെ വതുഹർറുൽ അബീദ്, അടിമകളെ സ്വതന്ത്രരാക്കും. അഞ്ചാമത്തത് തുസീദു ലിഅഹ്ലി ശറഫ്, ഷറഫുള്ള ആൾക്കാണ് ഹിക്മത്ത് കിട്ടിയത്. ഒന്നും തരം താഴ്ന്നവന് ഹിക്മത്ത് കിട്ടിയാൽ ഓന് ഷറഫിലേക്ക് എത്തും. ഇനി ഷറഫുള്ളവൻക്കാണ് ഹിക്മത്ത് കിട്ടിയതെങ്കിലോ ആ ഷറഫ് അത് കൂടുതൽ വർദ്ധിക്കുകയും വലി സയ്യിദ് സുഊദ, നേതാവാണെങ്കിൽ അവന്റെ നേതൃപദവി പിന്നെയും ഉയരുകയും ചെയ്യും. ആറാമത്തത് വഹിയ അഫ്ദലു മിനൽ മാൽ, സമ്പത്തിനേക്കാൾ വലുതാണത്, സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠത. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ദുനിയാവിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ ഫള് ഹിക്മത്താണ് എന്ന്. പിന്നെയോ വഹിറദും മിനൽ ഖൗഫ്, പേടിയിൽ നിന്നുള്ള ഏറ്റവും വലിയ സംരക്ഷണം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ, ഔലിയാക്കൾക്ക് ഖൗഫില്ല, കാരണം അവർക്ക് എന്തുണ്ട്, ഇത് ഹിക്മത്തുള്ളവരാ. അപ്പോൾ ഹിക്മത്തുള്ളവർക്ക് ഒരു പേടിയില്ല ഏതൊരു കാര്യത്തിലും. പിന്നെയോ മാത്രമല്ല അത് വഹിയ ഷഫീഖത്തുൻ ഹീന യഅ്തരിഹിൽ ഹൗൽ, ഏത് വലിയ ഭയാനകമായ കാര്യങ്ങൾ വന്നാലും, ഏത് വലിയ പേടിപ്പെടുത്തുന്ന ഭീഭത്സമായ അവസ്ഥകൾ വന്നാലും, ദുനിയാവിലാണെങ്കിലും മഹ്ശറയിലാണെങ്കിലും എല്ലാ അഹ്വാലുകൾ, ഭയാനകമായ അവസ്ഥകൾ, അതിൽ നിന്ന് ഒക്കെ രക്ഷ കിട്ടാൻ കാരണമാകുന്ന വഴിയുമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ. പിന്നെയോ വഹിയ സിത്രത്തുൻ ഹീന ലാ യസ്റുഹു സൗബൻ, ഒരാൾക്ക് മറയില്ലാത്ത സമയത്ത് മറയാണ് ഹിക്മത്ത്, വസ്ത്രമില്ലാത്ത സമയത്ത് വസ്ത്രമാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഏത് കാര്യത്തിലും മറ, വസ്ത്രം എന്നൊരു മറയാണല്ലോ. മറയുണ്ടാവേണ്ട കാര്യങ്ങളിൽ മറയില്ലാതായാൽ അതിന് ഏറ്റവും വലിയ മറയാണ് ഹിക്മത്തിന്റെ മറ എന്ന്. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 10 നേട്ടങ്ങൾ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഓരോ കാര്യത്തിൽ ഞാൻ അതൊക്കെ കുറേ ഹിക്മത്തുകൾ പറയല്ല, ഓരോ മേഖലയിൽ കുടുംബ ജീവിതത്തിൽ പാലിക്കേണ്ട ഹിക്മത്തുകൾ, ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ, സമ്പത്തിൽ അതുമായി ബന്ധപ്പെട്ട ഹിക്മത്തിന്റെ വിജ്ഞാനങ്ങൾ, പരലോക സംബന്ധിയായ ഹിക്മത്തിന്റെ വർത്തമാനങ്ങൾ, പാപമോചനം അതുമായി ബന്ധപ്പെട്ട ഹിക്മത്തിന്റെ വർത്തമാനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.
അല്ലെ? ഒരുപാട് മേഖലയിൽ എല്ലാം പറയാൻ സമയമില്ല, പറഞ്ഞ തീരുമില്ല. പാപമോചനത്തിൻ്റെ 10 തുടങ്ങിയ ദിവസമാണ്. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ആലോചിക്കണം. ഇദാ റഅയ്തൽ ഖാത്തിഅ ഫലാ തുഅയ്യിറുഹു. മനുഷ്യന്മാരുടെ സ്വഭാവമാണ് സ്വന്തം തെറ്റല്ല കാണുക, മറ്റുള്ളവരുടെ തെറ്റാണ് കാണുക, കണ്ടുപിടിക്കുക. ഇദാ റഅയ്തൽ ഖാത്തിഅ, ഒരു തെറ്റുകാരനെ നീ കണ്ടാൽ, അബദ്ധം പറ്റിയ ഒരാളെ നീ കണ്ടാൽ, ഫലാ തുഅയ്യിറു, ഓനെ ആക്ഷേപിക്കണ്ട. വദ്കുറു ദുനൂബക, ആദ്യം അതിനു മുമ്പ് നീ നിന്റെ പാപം ഓർക്കണം. ഒരു തെറ്റ് ചെയ്തവനെ, ഓനൊരു തെറ്റെന്ന് അറിഞ്ഞാലേ അങ്ങനെ എത്ര, അവനെ കളിയാക്കണ്ട, അവനെ ആക്ഷേപിക്കണ്ട. ഒരു തെറ്റ് ചെയ്തവനെ കളിയാക്കണ്ട, ആക്ഷേപിക്കണ്ട. അതിനു മുമ്പ് വദ്കുറു ദുനൂബക, നിന്റെ പാപത്തെയാണ് നീ ചിന്തിക്കേണ്ടത്. കാരണം ഇന്നമാ തുസ്അലു അൻ അമലിക, അവന്റെ തെറ്റിനെ പറ്റി നിന്നോട് അള്ളാഹു ചോദിക്കില്ല. നാളെ പരലോകത്ത് നിന്റെ തെറ്റിനെ പറ്റി അള്ളാഹു നിന്നോട് ചോദിക്കാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരുത്തനെ കുറിച്ച് ഓന് വ്യഭിചരിച്ചു എന്ന് കേട്ടു, നാട്ടിലൊക്കെ ഉണ്ട്, ആ പാട്ടായി. അങ്ങനെ ഓൻ ഓനെ കണ്ടപ്പോൾ ഓങ്ങനെ നടക്കുന്നുണ്ടോ, നാണോ മാനോ അല്ലാതെ. എന്നാൽ ഇവൻ വ്യഭിചരിച്ചിട്ട് ആരും അറിഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. ആര് ഈ പറയണോ വ്യഭിചരിച്ചിട്ടുണ്ട്, ഇതാരും അറിഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. അതൊന്നും അവന് വിഷയമല്ല. ഓൻ്റെ തെറ്റിനെ കുറിച്ച് ഓൻ കണ്ടുപിടിച്ചു, അങ്ങനെ പറഞ്ഞു. സ്വന്തം ചെയ്തത് ഒരു വിഷയമല്ല. തെറ്റുകാരനെ കാണുമ്പോൾ അവനെ ആക്ഷേപിക്കണ്ട, അവനെക്കുറിച്ച് മോശമായി ചിന്തിക്കുകയും വേണ്ട. നീ നിന്നെക്കുറിച്ചാ ചിന്തിക്കേണ്ടത്. കാരണം അവന്റെ തെറ്റിനെ കുറിച്ച് അള്ളാഹ് നിന്നോട് ചോദിക്കൂല, നിന്റെ തെറ്റിനെ കുറിച്ചാണ് നിന്നോട് ചോദിക്കുക എന്ന് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. അൽ ഉംറു യൻഖുതു വസ്ദുനൂബു തസീദു വതുഖാലു സമറാത്തുൽ ഫതാ ഫയഊദു ഹൽ യസ്തതിഉ ജുഹൂദ ദംബിൻ വാഹിദിൻ റജുലുൻ ജവാരിഹു അലൈഹി ശുഹൂദു. ആയത്ത് കുറയാ, തെറ്റ് കൂടുക. അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മുടെ തെറ്റിങ്ങനെ എഴുതി വെക്കും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തെറ്റിങ്ങനെ കുറേ ഉണ്ട്, ഇപ്പം ഇങ്ങനെ ഉണ്ട്, ഇത്ര എങ്ങനെ. ഇനിങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ ആ പട്ടികയിൽ അങ്ങനെ കൂടാണ്. ആയത്തോ അതിങ്ങനെ ഡൗണായി വരെ കുറഞ്ഞു വരിക. അങ്ങനെയല്ലേ നമ്മുടെ പ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ നഷ്ടപ്പെടുകയാണ്. ആയുസ് കുറയുകയാണ് മനുഷ്യ. ഓരോ നിമിഷത്തിലും, ഓരോ ദിവസത്തിലും, ഓരോ ആഴ്ചയിലും, മാസത്തിലും, കൊല്ലങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ നിന്റെ ആയുസ് ഇങ്ങനെ കുറയാ. പാപങ്ങളാണെങ്കിലോ അത് കൂടുകയാണ്. ചെയ്തതുകൊണ്ട് നേരത്തെ, ഇനിയിപ്പുള്ളതും അതുകൊണ്ട് അതിങ്ങനെ പാപത്തിന്റെ പട്ടിക കൂടുകയും ആയുസിന്റെ പട്ടിക കുറയുകയുമാണ്. ഒരു തെറ്റെങ്കിലും നിഷേധിക്കാൻ കഴിയോ? നാളെ പരലോകത്ത് അള്ളാന്റെ മുന്നിൽ ഞാനത് ചെയ്തിട്ടില്ല, ഒരു തെറ്റ്, ഒരു ചെറിയ ഒരു തെറ്റെങ്കിലും റബ്ബിന്റെ കോടതിയിൽ അല്ലാ ഇത് ഞാൻ ചെയ്തതല്ല എന്ന് ഒരു ചെറിയ തെറ്റിന്റെ മുന്നിലെങ്കിലും നിഷേധിക്കാൻ നിനക്ക് കഴിയോ? നീ അത് നിഷേധിക്കാൻ ഒരുങ്ങിയാലോ ജവാരിഹു അലൈഹി ശുഹൂദ്, നിന്റെ സ്വന്തം അവയവങ്ങൾ പറയും അല്ലേ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ നിഷേധിക്കാൻ ഒരുങ്ങും, കാരണം നമ്മളെ എങ്ങനെ രക്ഷപ്പെടാൻ നോക്കും. അപ്പോൾ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അല്ലാഹു വായക്ക് തീയിൽ വെച്ച് പൂട്ടും. എന്നിട്ടോ വതുകല്ലിമുനാ ഐദീഹിം, കൈകളോട് സംസാരിക്കാൻ പറയും. വതശ്ഹദു അർജുലുഹും, കാലുകൾ സാക്ഷി പറയും, സംസാരിക്കും. നമ്മുടെ കയ്യും കാലും ഇങ്ങനെ വർത്താനം പറയും. എങ്ങനെയാതെന്ന് വെച്ചാൽ ഈ നാക്കെങ്ങനെ വർത്താനം പറയണത്? ഒരു എല്ലിന്റെ കഷ്ണം കൂടി അതിൻ്റെ ഉള്ളിലില്ല. ഈ നാക്കിന്റെ ഉള്ളില് ഒരു എല്ലിന്റെ കഷ്ണം കൂടി ഇല്ല, എന്നിട്ടാണ് നേർന്ന് വർത്താനം പറയുന്നത് അല്ലേ? ചിന്തിക്കണം. എന്നാ ഇതൊക്കെ അതിന്റെ ഉള്ളിലൊക്കെ എല്ലുണ്ട്, ബലത്തിലുണ്ട്. അതുകൊണ്ടൊരു കുത്തൽ കൊടുത്താൽ നല്ല വേദനിക്കും അല്ലേ? മനസ്സിലായില്ല? അതുകൊണ്ടൊരു കുത്തു കൊടുത്താൽ ഇഞ്ചി കുത്തു കുത്തിയാൽ വേദനിക്കും.
ഈ കുംഫു എന്ന് പറഞ്ഞ കാര്യമായിട്ട് വിരലോണ്ടൊക്കെയുള്ള പണിയാണ്. നാക്കൊണ്ട് ഒരാളെ ഉപദ്രവിക്കാൻ കഴിയില്ല. എങ്ങനെ അതിൽ എല്ലില്ല, പല്ലുകൊണ്ട് ചിലപ്പോൾ കടിക്കാനൊക്കെ കഴിയും. ഈ ബലമില്ലാത്ത നാക്ക്, ഈ എല്ലില്ലാത്ത ഈ ബലമില്ലാത്ത നാക്കൊണ്ട് എന്തൊക്കെ വർത്താനം ഇപ്പോൾ പറയുന്നുണ്ട്. അതിനേക്കാൾ വലിയ വർത്താനം ആര് പറയും? ഈ വിരലും ഈ കയ്യും ഈ കാലും ഒക്കെ പറയും, നമുക്കെതിരായി പറയും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എങ്ങനെ കുട്ടിയെ നീ ചെയ്ത തെറ്റ്, ഒരു തെറ്റെങ്കിലും നീ നിഷേധിക്കുക അള്ളാന്റെ കോടതിയിൽ. നീ നിഷേധിക്കാൻ ഒരുങ്ങിയാൽ പൂട്ടി, വായ പൂട്ടി. ഇത് അള്ളാന്റെ കലാം, ഖുർആനാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അതുകൊണ്ട് പാപങ്ങൾ പൊറുപ്പിക്കണം എന്ന് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഹിക്മത്തുകൾ വസിയത്ത് ചെയ്തു. ഇൻഷാ അള്ളാഹ് ഈ പാപമോചനത്തിന്റെ 10 ദിവസങ്ങളിൽ നമുക്കും ചിന്തിക്കാനുള്ള ഏറ്റവും വലിയ ചിന്തയും അതാണ്. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പഠിപ്പിച്ചതും മുത്തനബി പഠിപ്പിച്ചതും ഖുർആൻ പഠിപ്പിച്ചതും ഒക്കെ അല്ലേ, പാപങ്ങളെ പൊറുപ്പിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പാപങ്ങളെ കഴുകി ശുദ്ധിയാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്ത തെറ്റുകളുടെ പേരിൽ അള്ളാഹു നമ്മെ പിടികൂടിയാൽ നമുക്ക് താങ്ങാൻ കഴിയൂല, രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴാ മരിക്കുക എന്നും അറിയില്ല. അപ്പോൾ ഈ സമയം നമുക്ക് വലിയ അവസരമാണ് അള്ളാഹു തന്നത്. ഇന്നു മുതൽ പാപം പൊറുപ്പിക്കാൻ തൗബ ചെയ്യണം. കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞ് തൗബ ചെയ്യണം. ഒറ്റക്കോ കൂട്ടായോ പാതിരാ സമയത്തൊക്കെ നമ്മൾ അള്ളാഹിനോട് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് തൗബ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.